ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ ലോസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റിൽ ബുക്ക് 1 1 to 270 ലൈൻസ് ആണ്. പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 1 അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ലൈൻസ് മാത്രം ഓടിച്ചു പോവാം. സോ ഓഫ് മാൻസ് ഫസ്റ്റ് ഡിസൊബീഡിയൻസ് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ ഫോർബിഡൻ ട്രീ whose mortal taste brought death into the world and all our woe, with laws of Eden till one greater man restore us and regain the blissful seat, sing heavenly muse. ആ ഒരു ഭാഗം അത് അവിടെ ഇൻവൊക്കേഷനാണ്. ഈ ഭാഗത്തിൽ നടക്കുന്നത് ആ ഒരു പാരഡൈസ് ലോസ്റ്റ് അല്ലെങ്കിൽ ബുക്ക് 1 ആ ഒരു തീം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇവിടെ മിൽട്ടൺ ചെയ്യുന്നത്. സോ മാൻ ഇൻ ഫസ്റ്റ് ഡിസൊബീഡിയൻസ് ഇസ് ഈറ്റിംഗ് ദ ഫോർബിഡൻ ഫ്രൂട്ട്. ആ ഫോർബിഡൻ ഫ്രൂട്ട് കഴിച്ചത് കൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ആ ഒരു ക്രൈം അല്ലെങ്കിൽ ആ ഒരു സിന്ന് ചെയ്തതിൻ്റെ ഫ്രൂട്ടായിട്ട് എന്താണ് കിട്ടിയത്? ദാറ്റ് ബ്രോട്ട് മോർട്ടാലിറ്റി ടു മെൻ. മനുഷ്യർ മരിച്ചു, മോർട്ടാലിറ്റി വന്നു മനുഷ്യർക്ക്. ദ ഫ്രൂട്ട് ഹിയർ റെഫേഴ്സ് ടു ദ ഫ്രൂട്ട് ഓഫ് ദ ട്രീ ആൻഡ് ഓൾസോ ആസ് ദ റിസൾട്ട് ഓഫ് എൻ ആക്ഷൻ, ഡിസൊബേയിങ് ഗോഡിനെ ഡിസൊബേ ചെയ്യുന്ന ആ ഒരു ആക്ഷൻ ആണ് കാണിക്കുന്നത്. ആൻഡ് ആസ് ദ കോൺസിക്വൻസ് ഓഫ് ദ ഡിസൊബീഡിയൻസ് ദേ ലോസ് ഈഡൻ അവർക്ക് ഈ കോൺസിക്വൻസ് ആയിട്ട് പോയി. ആൻഡ് ബ്രോട്ട് ഈ ഒരു ഫ്രൂട്ട് കഴിച്ചത് കൊണ്ട് ഉണ്ടായ ഫലം എന്താണ്? ദേ ബ്രോട്ട് ഡെത്ത് ഇൻ ടു ദ വേൾഡ്. ഡെത്തിനെ ഈ ലോകത്തോട്ട് കൊണ്ടുവന്നു, മോർട്ടാലിറ്റി വന്നു. ആൻഡ് ഓൾ അവർ വോ, നമ്മുടെ എല്ലാ സഫറിങ്സും വന്നു. നമുക്ക് എന്ത് സഫറിങ്സ്, ഏതാ വോ? അവരുടെ ബിഗ്ഗസ്റ്റ് വോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ലോസ് ഓഫ് ഈഡൻ നഷ്ടപ്പെട്ടു. ടിൽ വൺ ഗ്രേറ്റർ മാൻ റീസ്റ്റോറസ്. ഈ ഈഡൻ നഷ്ടപ്പെട്ട് അവർ ഈ സഫറിങ്സ് ഒക്കെ അവർ സഹിച്ചു നിൽക്കുന്നത് അൺടിൽ ഏതുവരെ? ഒരു എന്താ പറയുക, ഗ്രേറ്റർ മാൻ നമ്മളുടെ ഈ ഹാപ്പി ആയിട്ടുള്ള ബ്ലിസ്ഫുൾ പ്ലേസിലോട്ട് നമ്മളെ തിരിച്ച് നമുക്ക് ആ സ്ഥലം റീഗെയിൻ ചെയ്യാൻ വേണ്ടി വൺ ഗ്രേറ്റർ മാൻ, ദാറ്റ് ഇസ് ജീസസ്, വിൽ കം ആൻഡ് റീസ്റ്റോർ അസ്. സിങ് ഹെവൻലി മ്യൂസ്. ഇവിടെ ആ ഹെവൻലി മ്യൂസ് ആയിട്ടുള്ള മിൽട്ടൻ്റെ മ്യൂസ് ആയിട്ടുള്ള യുറാനിയനെ ഇൻവോക്ക് ചെയ്യാണ് മിൽട്ടൺ ചെയ്യണത്. അവിടെ പോയിട്ട് ഈസ് ആസ്കിങ് ദ മ്യൂസ്, ഹെവൻലി ആയിട്ടുള്ള മ്യൂസ് ആണ് ഇവിടെ, ടു ഹെൽപ്പ് ഹിം ടു റൈറ്റ് ദി എപ്പിക്. ഓക്കെ, മിൽട്ടൻ്റെ മ്യൂസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി ക്ലാസിക്കൽ ഗ്രീക്ക് വർക്ക്. അതിൽ കാണുന്ന മ്യൂസിനെ ഡിഫറെൻ്റ് ആണ് മിൽട്ടൻ്റെ മ്യൂസ്. ഇത് ആ സ്യൂസിൻ്റെ 9 ഡോട്ടേഴ്സ് ആയിട്ടുള്ള മ്യൂസിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് മിൽട്ടൻ്റെ മ്യൂസ്. മിൽട്ടൻ്റെ മ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇസ് യുറാനിയ. ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് ദ ഇറ്റേണൽ വിസ്ഡത്തിൻ്റെ സിസ്റ്ററാണ്. ആൻഡ് ഈ സ്ക്രിപ്ചറിനൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന ആളാണ്. സോ യുറാനിയ എന്ന് പറയുന്ന ഗ്രീക്ക് മിത്തിലും ഉണ്ട്, പക്ഷേ ഹിയർ ഷീ ഈസ് ഡിഫറെൻറ്റ്. ഷീ ഈസ് ഹെവൻലി. ഓക്കെ, ആ ഒരു ഹെവൻലി എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഒരു അഡീഷണൽ എംഫസിസ് ആണ് ടു ഷോ ദാറ്റ് ഷീ ഈസ് നോട്ട് വൺ എമംഗ് ദ 9 ബട്ട് എ ഡിഫറെൻറ്റ് വൺ, എ ക്രിസ്ത്യൻ വൺ എന്ന്. മിൽട്ടൺ ഈസ് അറ്റ് ദ സെയിം ടൈം ഫോളോസ് ആൻഡ് ഗോസ് അവേ ഫ്രം ദി എപ്പിക് കൺവെൻഷനിൽ അവർ ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ ഉള്ള മ്യൂസിനെ ആണെങ്കിൽ ഇവിടെ മിൽട്ടൺ ഇൻവോക്ക് ചെയ്യുന്നത് ക്രിസ്ത്യനിൽ ഉള്ള ഒരു മ്യൂസിനെയാണ്. ഓക്കെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലത്തെ മ്യൂസിനെയാണ്. ആൻഡ് ഇതിൽ നിന്ന് കൺവെൻഷന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് കാരണം ഗ്രീക്കിൽ അവർ മ്യൂസിൻ്റെ അടുത്ത് കാര്യം ഹെൽപ്പ് ചെയ്യണമെന്ന് ഇൻവോക്ക് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ക്ലാസിക്കൽ പോയിറ്റ്സ് ഒക്കെ അവർ എന്താണ് ആ മ്യൂസിനെ ക്വാളിഫൈ ചെയ്യില്ല. പക്ഷെ മിൽട്ടൺ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ തരുന്നുണ്ട് ഈ മ്യൂസിനെ ക്വാളിഫൈ ചെയ്തുകൊണ്ട്. ഓക്കെ, sing heavenly muse that on the secret top of Oreb or of Sinai didst inspire that shepherd who first taught the chosen seed. അപ്പോൾ ഇവിടെ പറയുന്നത് ഹെവൻലി മ്യൂസിനോട് പാടാൻ പറയാണ്. ആൻഡ് ആ സീക്രട്ട് ടോപ്പ് ഓഫ് ഒറബ് എന്ന് പറയുന്ന മൗണ്ടെയിൻ, സിനൈ എന്ന് പറയുന്ന ഒരു മൗണ്ടെയിൻ ആണ്. ഈ സിനൈയിലാണ് മോസസ് പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നത്. മോസസിനെയാണ് ഇവിടെ ഷെപ്പേർഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ഷെപ്പേർഡ് ഇസ് ദ മോസസ്. അപ്പോൾ മോസസ് ഹി ഗൈഡഡ് ദി ഇസ്രായേലൈറ്റ്സ് ലൈക്ക് എ ഷെപ്പേർഡ് ഹു ഗൈഡ് എ ഫ്ലോക്ക് ഓഫ് ഷിപ്പ്. ഒരു ഫ്ലോക്ക് ഓഫ് ഷിപ്പിനെ ഗൈഡ് ചെയ്യുന്ന ഷെപ്പേർഡിനെ പോലെ മോസസ് ഇസ്രായേലിന്റെ പീപ്പിളിനെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മിൽട്ടൺ ഇസ് അല്യൂഡിങ് ടു ദ സ്റ്റോറി ഓഫ് മോസസ്. എക്സോഡസിത്തെ ആ സ്റ്റോറിനെ അല്യൂഡ് ചെയ്യാണ്. ഈ ഷെപ്പേർഡ് നമ്മുടെ മോസസ് ദ ഷെപ്പേർഡ് വാസ് പ്രേയിങ് ഓൺ ദ മൗണ്ട് സിയോൺ ആൻഡ് ഗോഡ് സെൻറ്റ് യുറാനിയ ടു മോസസിന്റെ അടുത്ത് യുറാനിയനാണ് ഗോഡ് അയക്കുന്നത്. മോസസിനെ ക്ലൗഡ്സിന്റെ മേളിലോട്ട് എടുത്ത് ഹി വാസ് ടേക്കൺ അപ്പ് ഇൻ ടു ദ ക്ലൗഡ്സ് ആൻഡ് ഹെവൻലി മ്യൂസ് മർമേർഡ് ദ 10 കമാൻഡ്മെന്റ്സ് ടു ഹിം. ആൻഡ് മോസസിനോട് അത് എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മിൽട്ടൺ ഹീസ് നോട്ട് ജസ്റ്റ് സേയിങ് ഹിസ് മ്യൂസ് ഇസ് സുപ്പീരിയർ ടു ദ ക്ലാസിക്കൽ വൺസ്, ഹീസ് പ്രൊമോട്ടിംഗ് ദ മ്യൂസ് ടു ഈവൻ ഹയർ ലെവൽ ആസ് ഗോഡ്. ദൈവത്തിൻ്റെ പോലെ ഒരു ഹയർ ലെവലിലോട്ട് എത്തിക്കുകയാണ്. ജസ്റ്റ് ക്ലാസിക്കൽ മ്യൂസിനെ കമ്പയർ ചെയ്തിട്ട് അവരെക്കാട്ടിലും വലുതാണെന്ന് പറയുക മാത്രമല്ല, ഹീസ് എന്താ പറയുക, ആ ഒരു പ്രൊമോഷൻ ഓഫ് ദീസ് മ്യൂസ് ആസ് എ ഗോഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, മോസസ് ആണ് ഈ ചൂസൺ സീഡ്, അതായത് ഇസ്രായേലിലെ ആ പീപ്പിൾ, ഇസ്രായേൽസ് ആണ് ഈ ചൂസൺ ആയിട്ടുള്ള പീപ്പിൾ, ചൂസൺ സീഡ്സ്. അവരെ കൂട്ടിയിട്ട് പോയ ഷെപ്പേർഡ് മോസസ് ആണ്. ഓക്കെ, അവരെ ചൂസ് ചെയ്തത് ആരാ? ഗോഡാണ്. ദേ വർ ദ ചോസൺ സീഡ്സ് ഓഫ് ദി ഗോഡ്.
ഓക്കെ, മോസസ് ഈ ഹെവൻലി വോയിസിൽ നിന്ന് കിട്ടിയ ആ ഒരു അറിവ്, ആ ഗെയിൻ ചെയ്ത നോളജ് വെച്ചുകൊണ്ട് ഇസ്രായേൽസിനെ ഈ വേൾഡിൻ്റെ ക്രിയേഷനെ കുറിച്ചും എങ്ങനെയാണ് ഹെവൻ എർത്ത് ഒക്കെ വന്നത്, ഈ കെയോസിൽ നിന്ന് എങ്ങനെയാണ് ഹെവൻ ആൻഡ് എർത്ത് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ആൻഡ് ഇനി അഗെയിൻ മിൽട്ടൺ ഈസ് ടോക്കിംഗ് ടു ദിസ് ന്യൂസിനോട് പറയാണ്, he is referring to the biblical words like Sion Hill, Siola Brook, അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഈ സിയോൺ, മൗണ്ട് സിയോൺ എന്ന് പറയുന്ന പ്ലേസ് എന്ന് പറയുന്നത് നോയുടെ ആർക്ക് സ്റ്റോപ്പായ ഒരു പ്ലേസ് ആയിരുന്നു. അത് സ്റ്റോപ്പായത് ഈ സിയോലയിലെ വാട്ടറിലാണ്. സിയോല ഈസ് വെയർ ജീസസ് ട്രീറ്റഡ് ബ്ലൈൻഡ് പീപ്പിളിനെ ട്രീറ്റ് ചെയ്ത സ്ഥലം സിയോലയാണ്. ഓക്കെ, അപ്പം മോസസ് പ്രേഡ് ഓൺ മൗണ്ട് സിയോൺ. സിയോൺ എന്ന് പറയുന്ന ആ ഒരു മൗണ്ടിലാണ് ആള് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ബിബ്ലിക്കൽ ആയിട്ടുള്ള ആ സ്ഥലങ്ങളെയൊക്കെ മിൽട്ടൺ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സിയോൺ ഹില്ലിലാണ് ജെറുസലേം എന്ന് പറയുന്ന സിറ്റി ഉള്ളത്. ഓക്കെ, സോ ഇറ്റ്സ് സിംബോളിക് ഓഫ് ഹെവൻ ഓർ ഗോഡ്സ് ഡ്വെല്ലിംഗ് പ്ലേസ് വിത്ത് ഇറ്റ്സ് പീപ്പിൾ. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെയൊക്കെ മിൽട്ടൺ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. മിൽട്ടൺ ഈസ് ആസ്കിങ് ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ദ മ്യൂസ് ഫോർ ഹിസ് അഡ്വഞ്ചറസ് സോങ്. ഓക്കെ, ആ ഒരു അഡ്വഞ്ചറസ് സോങ്ങിന് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് മിൽട്ടൺ ഇവിടെ പറയുന്നത്. ആൻഡ് ഈ കോൾ ഇറ്റ്സ് അഡ്വഞ്ചറസ് ബിക്കോസ് ഇതുവരെ ആരും അത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഹി ഈസ് അറ്റംപ്റ്റിംഗ് ഡിഫറെൻറ്റ് തിങ്. അവിടെ ഈ വേർജിലും ഹോമറൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വാറിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷേ മിൽട്ടൺ ഇവിടെ സംസാരിക്കുന്നത് ഇറ്റ്സ് നോട്ട് സംതിങ് ലൈക്ക് ദാറ്റ്. നേരത്തെ എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റോറി ആണെങ്കിലും ആ ഒരു എന്താ പറയുക, വാർ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നും അല്ല. ഇവിടെ it is adventure because unlike his pagan masters who only talked about nation and heroes, he is talking about men in general. ഓക്കെ, അപ്പോൾ ഇവിടെ മനുഷ്യരുടെ കഥ, മനുഷ്യർ എങ്ങനെയാണ് എക്സ്പെൽ ആയത്, മനുഷ്യന് എന്താണ് അന്ന് ആ തെറ്റ് സംഭവിച്ചത്, മാൻ എന്ന സ്റ്റോറിയാണ് ഇവിടെ മിൽട്ടൺ പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ അഡ്വഞ്ചറസ് വൺ. ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യമാണ് മിൽട്ടൺ ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഈസ് എബൌട്ട് അത് എപ്പിക്. ഓക്കെ, ദെൻ അയോണിയൻ മൗണ്ടനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അയോണിയൻ മൗണ്ടൻ അത് എന്താ പറയുക, സീക്രഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗ്രീക്കിന്. ബിക്കോസ് ആ മൗണ്ടനിലാണ് ക്ലാസിക്കൽ മ്യൂസസ് ഒക്കെ ഡ്വെൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അപ്പോളോ പോലത്തെയൊക്കെ, അപ്പോളോയുടെ ഒറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടെയാണ് ഉള്ളത്. ആൻഡ് ആസ് ഹിസ് മ്യൂസ് റിസൈഡ്സ് ഓൺ എ ഹയർ പ്ലേസ്. ഈ മിൽട്ടൺ പറയുന്നത് ഈ ക്ലാസിക്കൽ മ്യൂസസ് ഇരിക്കുന്ന ആ ഒരു ഹില്ലിനേക്കാട്ടിലും ഹയർ പ്ലേസിലാണ് മിൽട്ടൻ്റെ മ്യൂസ് ഇരിക്കുന്നത്. അപ്പം മിൽട്ടൺ പറയുന്നത് മിൽട്ടൻ്റെ പോയട്രി വിൽ സർപ്പാസ് ദ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. ആ ഒരു ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ സർപ്പാസ് ചെയ്തിട്ട് മിൽട്ടൻ്റെ പോവും എന്നാണ് പറയുന്നത് ആ പോയട്രി. ആ ഒരു എയോണിയൻ മൗണ്ടനിൻ്റെ മേളിലോട്ട് മിൽട്ടൻ്റെ പോയം അല്ലെങ്കിൽ മിൽട്ടൻ്റെ ഈ എപ്പിക് പോകുമെന്നാണ് പറയുന്നത്. ഹീസ് കമ്പയറിംഗ് ദ വർക്ക് ഓഫ് ദി ഫ്ലൈറ്റ് ഓഫ് എ ബേർഡ്. ഒരു ബേർഡിൻ്റെ ഫ്ലൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആൾ കമ്പയർ ചെയ്യണത്. That with no middle flight intends to soar above the Ionian mountain while it pursues things unattempted yet in prose or rhyme. He is considered himself as a bird or a creature who is driven by a force of God which enables him to go beyond the ordinary kind of flight. ഒരു ഓർഡിനറി കൈൻഡ് ഓഫ് ഫ്ലൈറ്റിനേക്കാൾ മേളിലോട്ട് പോകാൻ ദൈവത്തിനെ പോലെ ഒരു ശക്തി ഡ്രിവൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിയേച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു ബേർഡായിട്ടാണ് ആളെ തന്നെ കൺസിഡർ ചെയ്യുന്നത്. സോ ഹീസ് ഗോയിങ് ടു സർപ്രൈസ് എനി ലിറ്റററി പീസ് എവർ റിട്ടൺ എന്നാണ് പറയുന്നത്. അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള പ്രോസിലും റൈമിലും ഇതിന് മുന്നേയും ഇതിന് മിൽട്ടന് ശേഷവും കൈൻഡ് ഓഫ് അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിനെ കുറിച്ചാണ് ആൾ എഴുതാൻ പോണത്. ഓക്കെ, പിന്നെയും ആളുടെ മ്യൂസിനെ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ചീഫ്ലി ദൗ ഓ സ്പിരിറ്റ് that does perfect before all temples that upright heart and pure, instruct me, for thou knowest, thou from the first was present, with mighty wings outspread, thou like sats brooding on the vast abyss, and mad's it pregnant. What in me is dark illumine, what is low raise and support, that to height of this great argument I may assert eternal providence and justify the ways of God to men. Okay, അപ്പോൾ ഇവിടെ മിൽട്ടൺ മ്യൂസിനെ ഓ സ്പിരിറ്റ് എന്ന് വിളിക്കുകയാണ്. ആ ഒരു സ്പിരിറ്റ്, അതായത് ആ ഒരു എന്താ പറയുക, മ്യൂസ് എന്നുള്ളതിനേക്കാളിൽ നിന്ന് അവർ ട്രാൻസ്ഫോം ആയിട്ട് ഹോളി സ്പിരിറ്റ്, ആ ട്രിനിറ്റിയിൽ ഫാദർ ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ആ ഒരു സ്പിരിറ്റിലോട്ട് ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് കാണുന്നത്. ട്രിനിറ്റി ഓഫ് ദ ക്രിസ്ത്യൻ്റെ ട്രിനിറ്റിയിലോട്ട് ഷീ മെറ്റമോർഫസിസ് ടു ദി തേർഡ് ട്രിനിറ്റി, ഹോളി സ്പിരിറ്റ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, ഈ മ്യൂസിനോട് ആൾ പറയുന്നത്, ഈ ഹോളി സ്പിരിറ്റിനോട് ആളെ ഇൻസ്ട്രക്ട് ചെയ്യാൻ പറയുകയാണ്. ബിക്കോസ് അവർക്കറിയാം, ഈ യുറേനിയ എന്ന് പറയുന്ന ആ മ്യൂസിന് അറിയാം വാട്ട് ഓൾ ഹാപ്പൻ ഡെയർ എന്ന് അറിയാം, എല്ലാം കണ്ടിട്ടുള്ള ആളാണ് അവർ. ഷി വാസ് പ്രസന്റ് ഫ്രം ദ ബിഗിനിങ് വിത്ത് ഹർ മൈറ്റി വിങ്സ് ഔട്ട് സ്പ്രെഡ്. ആ മൈറ്റി വിങ്സ് ഒക്കെ അങ്ങനെ സ്പ്രെഡാക്കി അവിടെ ബിഗിനിങ് തൊട്ട് അത് നടക്കുന്ന ഈ ആളെന്താ പറയാൻ പോണത് എന്നുള്ള കാര്യം പറയും. ആൻഡ്
അവർക്ക് പറയാൻ പറ്റും ക്ലിയർ ആയിട്ട്, ബിക്കോസ് ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് ഈ മ്യൂസ് അവിടെ പ്രസന്റ് ആയിരുന്നു. ഓക്കെ, പിന്നെ മിൽട്ടൺ പറയുന്നത് എൻ്റെ ഉള്ളിലുള്ളത് വാട്ട് ഇൻ മീ ഈസ് ഡാർക്ക്, എൻ്റെ ഉള്ളിലുള്ളത് ഡാർക്കാണ്. മേ ബി ഇവിടെ ആൾ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് നമുക്ക് കാണാൻ പറ്റും. ആള് ബ്ലൈൻഡ് ആയിരുന്നല്ലോ, ബ്ലൈൻഡ് ആയിരിക്കുന്ന സമയത്താണ് ആളത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വാട്ട് ഇൻ മീ ഈസ് ഡാർക്ക്, സോ ഇലുമിനേറ്റ് ഇറ്റ്, അതിനെ ഒന്ന് ലൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഗിവ് മീ ദ ലൈറ്റ് ഓഫ് നോളജ്. ഹീസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ഡെഫിഷ്യൻസി, ഹിസ് ബ്ലൈൻഡ്നെസ്, ആൻഡ് ഹി വാണ്ട്സ് ദ മ്യൂസ് ടു റേസ് ആൻഡ് സപ്പോർട്ട് വാട്ട് ഇസ് ലോ ഇൻ ഹിം. എന്താണോ ആളുടെ ഉള്ളിൽ ലോ ആയിട്ടിരിക്കുന്നത് അതിനെ റേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ടു ദി ഹൈറ്റ് ഓഫ് ദി ആർഗ്യുമെന്റ്, ഗ്രേറ്റ് ആർഗ്യുമെന്റ്, ഐ മേ അസേർട്ട് ഇറ്റേണൽ പ്രൊവിഡൻസ്. ആള് എഴുതുന്നത് ഇറ്റ് ഇസ് സംതിങ് അഡ്വഞ്ചറസ് അല്ലേ. സോ ഹി നീഡ് സപ്പോർട്ട് ഫ്രം ദ മ്യൂസ്. സോ ഇവിടെ നമുക്ക് പറയാം മിൽട്ടന് എങ്ങനെയാണോ മോസസിനെ ഇൻസ്പയർ ചെയ്തത്, അതേപോലെ മിൽട്ടൺ രാത്രി ഒരു നൈറ്റ് മിൽട്ടനെ ചെവിയിൽ പോയിട്ട് ഇങ്ങനെ വിസ്പർ ചെയ്തിട്ടുണ്ട് ഈ നമ്മുടെ യുറാനിയ എന്നാണ് പറയണത്. ഓക്കെ, ഹീസ് ഇക്വേറ്റിംഗ് ഹിംസെൽഫ് ആസ് മോസസിനെ പോലെ, മോസസിന്റെ അതേപോലെ ആളെയും ആൾ കൺസിഡർ ചെയ്യാണ്. ചൂസൺ വൺ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്ത ആളായിട്ട് എന്താ പറയുക, ആളെ തന്നെ കാണുകയാണ്. ഓക്കെ, ഐ മേ അസേർട്ട് ഇറ്റേണൽ പ്രൊവിഡൻസ് എന്ന് പറയുന്നത് ഇവിടെ പ്രൊവിഡൻസ് എന്ന് പറഞ്ഞിട്ട് ഇസ് ദ വേ ഗോഡ് ഇസ് മീറ്റിംഗ് ഔട്ട് ജസ്റ്റിസ് ഓർ ജഡ്ജ്മെന്റ്. ആൾ ഈ ആർഗ്യുമെന്റ്, ഗ്രേറ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് എഴുതുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സപ്പോർട്ട് ദി ഇറ്റേണൽ പ്രൊവിഡൻസ് ടു ജസ്റ്റിഫൈ ദ വേസ് ഓഫ് ഗോഡ് ടു മാൻ. ഓക്കെ, അപ്പോൾ അതാണ് ഈ പോയം എഴുതാനുള്ള ഉദ്ദേശം, ഇതാണ് പോയത്തിന്റെ തീം. ഓക്കെ, ജസ്റ്റിഫൈ എന്ന് പറയുന്നത് ഹീസ് നോട്ട് ഗോയിങ് ടു ടെൽ വൈ ആൻഡ് ഹൗ ഗോഡ് പണിഷ്ഡ് ആഡം ആൻഡ് ഈവ്, ബട്ട് ഹൗ ദ പണിഷ്മെന്റ് ഇസ് ജസ്റ്റിഫൈഡ് ആസ് ഇഫ് ഗോഡ് ഇസ് ജസ്റ്റിഫൈയിങ് ഹിസ് വേ ത്രൂ മിൽട്ടൺ. ഗോഡ് മിൽട്ടന്റെ വഴിയിലൂടെ, മിൽട്ടൻ എന്ന ആ ഒരു വഴിയിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന പോലെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ. Now, Milton ഇവിടെ മ്യൂസിനോട് പറയാണ്, say first for heaven hides nothing from thy view, nor the deep tract of hell. Say first what cause moved our grandparents in that happy state, favored of heaven so highly to fall off from their creator and transgress his will for one restrained Lord of the world besides, who first reduced them to the foul revolt, the infernal serpent. He it was whose guile stirred up the envy and revenge deceived the mother of mankind. Time his pride had cast him out from heaven with all his host of rebel angels, by whose aid aspiring to set him in the glory above his peers, he trusted to have equal the Most High, if he oppressed and with ambitious aim against the throne and monarchy of God raised impetuous war in heaven and battle proud with vain attempt. Okay, ഇവിടെ മിൽട്ടൺ പറയുന്നത് is asking the heavenly muse to narrate the things in an order or sequence. Correct order ആദ്യം എന്ത് നടന്നു, പിന്നെ അടുത്തത് എന്ത് നടന്നു. So he is asking the muse to say first what cause made our grandparents Adam and Eve, the common ancestors of human being, that is Adam and Eve, who were in that happy state, ആ ഒരു happy state, ഈഡൽ ഹാപ്പി ആയിട്ട് നടക്കുന്ന സമയത്ത്, made them to fall from the heaven and the creator and transgress his will of one restraint, one prohibition, that the forbidden tree. അതായത് എന്താണ് ആദ്യം ഒരു സീക്വൻസ് ആയിട്ട് പറയണം. ആദ്യം എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരൻസ് ആയിട്ടുള്ള കോമൺ ആൻസിസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ആഡം ആൻഡ് ഈവ്, അവരെന്തുകൊണ്ടാണ് ആ ഹാപ്പി സ്റ്റേറ്റിൽ നിന്ന് ആ ഒരു ഫോളിലോട്ട് ഹെവൻ നിന്നും ആ ക്രിയേറ്ററിന്റെ ഒരു പ്രൊട്ടക്ഷൻ നിന്നൊക്കെയുള്ള ആ ഒരു ഫോൾ എന്തുകൊണ്ടാണ് ഉണ്ടായത്, അവരെന്തിനാണ് ആ ഒരു ഒറ്റ റെസ്ട്രെയിൻ, ആ ഒരു പ്രൊഹിബിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫോർബിഡൻ ആയിട്ടുള്ള ഫ്രൂട്ട് അത് കഴിക്കരുത്, ട്രീ ഓഫ് നോളജിന്റെ ഫ്രൂട്ട് കഴിക്കരുത് എന്നാണ്. ആ ഒരു ഫോർബിഡൻ ഫ്രൂട്ട് അവരെന്തിനാണ് കഴിച്ചത്? അവരായിരുന്നല്ലോ ഈ ലോകത്തിന്റെ, ദേ വേർ ദ ലോർഡ്സ് ഓഫ് ദ വേൾഡ്. ഈ ലോകം മേ ബി ആഡം ആൻഡ് ഈവ് അവരിൽ നിന്നാണ് ബാക്കി മനുഷ്യരുണ്ടാവുന്നത് അല്ലേ, അവരായിരുന്നു ഇവിടുത്തെ ലോർഡ്. ആരാണ് ഹൂ ഫസ്റ്റ് സെഡ്യൂസ്ഡ് ദം ടു ഡു ദ ഫൗൾ ആക്ട്, ആരാണ് ഈ റിവോൾട്ട് അല്ലെങ്കിൽ ഫൗൾ ആക്ട് ചെയ്യാൻ സെഡ്യൂസ് ചെയ്തതെന്ന് ചോദിക്കണം. ആൻഡ് ദ ആൻസർ കിങ് ദ ഇൻഫേർണൽ സർപ്പന്റ്, ദ ഹെല്ലിഷ് സർപ്പന്റ് എന്നാണ് പറയുന്നത്. സെയ്റ്റനെയാണ് ഇവിടെ കാണിക്കുന്നത്, സെയ്റ്റൻ ഓർ ലൂസിഫർ. ഈ പാരഡൈസ് ലോസ്റ്റിൽ ആദ്യത്തെ റെഫറൻസ് ആണ് നമുക്ക്, ഫസ്റ്റ് മെൻഷൻ ഓഫ് സെയ്റ്റൻ ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയുന്നത് ഇത് ഇൻഫേർണൽ സർപ്പന്റ് ഹാസ് ലോട്ട് ഓഫ് ഗൈൽ ഇൻ ഹിം. ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു വാല്യൂ ഇല്ലാത്ത ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ആളായിരുന്നു ഈ ഇൻഫേർണൽ സർപ്പന്റ്. ഹി സെഡ്യൂസ്ഡ് ഈവ്, മദർ ഓഫ് മാൻകൈൻഡ് ആയിട്ടുള്ള ഈവിനെ സെഡ്യൂസ് ചെയ്തു, അവർ ഡിസീവ് ചെയ്തു എന്നാണ് പറയുന്നത്. വാട്ട് വാസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് സേറ്റൻസ് ആക്ഷൻ? എന്തുകൊണ്ടായിരിക്കും മേ ബി ലൂസിഫർ അല്ലെങ്കിൽ സേറ്റൻ അത് ചെയ്തിട്ടുണ്ടാവുക? ഡിസീവ് ചെയ്യാൻ കാരണം ഇറ്റ് വാസ് ഹിസ് പ്രൈഡ് ആൻഡ് അംബിഷൻ. അതുകൊണ്ടാണ് ആളെ ഹെവൻ നിന്ന് ഹി വാസ് കാസ്റ്റഡ് ഔട്ട് ഫ്രം ഹെവൻ. ഓക്കെ, അലോങ് വിത്ത് ഹിസ് ഫോളോവേഴ്സ്, ആളുടെ റെബൽ ഏഞ്ചൽസ് ഫോളോവേഴ്സിനെ കൂട്ടിയിട്ട് ആളെ പുറത്താക്കിയതാണ് ഹെവൻ നിന്ന്. ഹി സെറ്റ് ഹിംസെൽഫ് എബവ് ഹിസ് പിയേഴ്സ്. ആ റെബൽ ഏഞ്ചൽസിന്റെ എബവ് ആയിട്ട് ആളെ തന്നെ ആള് സെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സേറ്റൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ആളും ഗോഡും ഒരേ ഹൈറ്റലാണ്, ലൈക്ക് ദേ ആർ ഈക്വൽസ് എന്ന് ആള് വിചാരിച്ചിട്ടുണ്ടായിരുന്നു.
He, with his ambition against the throne and monarchy of God, raised an impetuous war in heaven. ആ ഒരു ഗോഡ് ഒരു മൊണാർക്കിയാണ് ഉള്ളതെന്നാണ് ആൾ പറയുന്നത്. സേറ്റന് ഗോഡിൻ്റെ സണ്ണിന് ആ ഒരു എന്താ പറയുക, ലൈക്ക് ആ ഒരു റൂളിങ് കൊടുക്കുമെന്നുള്ള ആ ഒരു തോട്ട് കാരണം ഗോഡിൻ്റെ അവിടെ ഒരു മൊണാർക്കിയാണ്. ഇനിയിപ്പോൾ ഗോഡിന് ഒരു സണ്ണുണ്ട്, ആ സണ്ണ് കഴിഞ്ഞിട്ട് ഇനി വേറൊരു സണ്ണ് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ ആൾക്കാർ എന്ത് ചെയ്യും എന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ആളവിടെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. സോ അങ്ങനെ അതും പറഞ്ഞ് ആൾ എന്ത് ചെയ്തു, ഒരു ഇംപീഷ്യസ് വാർ അവിടെ ഹെവനിൽ തുടങ്ങി. ആൻഡ് ആ ബാറ്റിൽ അവർ തോറ്റു. ഇറ്റ് വാസ് വെയിൻ, ദ ബാറ്റിൽ വാസ് ഇൻ വെയിൻ. അത് ഫ്രൂട്ട്ലെസ് ആയിരുന്നു ആ വാർ. Okay, him the almighty power hurled headlong flaming from the ethereal sky with the hideous ruin and combustion down to bottomless perdition, there to dwell in adamantine chains and penal fire, who does defile the omnipotent to arms 9 times the space that measures day and night. To mortal men he with his horrid crew lay vanquished, rowling in the fiery gulf, confounded through immortal, but his doom reserved him to more wrath, for now the thought both lost of happiness and lasting pain torments him. Round he throws his baleful eyes that witness huge affliction and dismay, mixed with the obdurate pride and steadfast hate. At once as far as the angels then he views the dismal situation, waste and wild, a dungeon horrible on all sides round, as one great furnace flamed, yet from those flames no light, but rather darkness visible, served only to discover sights of woe, region of sorrow, doleful shades, where peace and rest can never dwell, hope never comes, that comes to all, but torture without end, still urges and a fiery dirge, fed with ever-burning sulphur, unconsumed, such place eternal justice had prepared for those rebellious. There this prison ordained in utter darkness and their portion set. So as the result of the war, Satan heaven portaki, he was thrown out of heaven, and he was transfixed to the deepest tract of hell. Hellത്തെ ഏറ്റവും deepest tractലോട്ട് heaven നിന്ന് അവനെ മാറ്റി എന്നാണ് പറയുന്നത്. After God threw Satan down to hell, he was bound up with adamantine chains and penal fire. അപ്പോൾ അവിടെ ചെയിനിൻ്റെ ആ ഒരു ഫയറിൻ്റെ ആ ഇമേജറിയൊക്കെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നതാണ്. ഓക്കെ, അഡമൻറ്റൈൻ ചെയിനിലിട്ടിട്ട് ആളെ ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. ആളുടെ എല്ലാ പവേഴ്സും, ആളുടെ മാത്രമല്ല ഏഞ്ചൽസ് ഒക്കെ, അവരുടെ എല്ലാ പവേഴ്സും ഈ അഡമൻറ്റൈൻ ചെയിനിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് പിന്നെ മിൽട്ടൺ പറയുന്നത് ഇസ് ഗിവിങ് ഇൻഫർമേഷൻ ദാറ്റ് ദ എന്താ പറയുക, ഈ സേറ്റനും ദ റെബൽ ഏഞ്ചൽസും ദേ ഫെൽ ടു ഹെൽ എന്നല്ലേ പറഞ്ഞത്. ആൻഡ് ദേ എത്ര 9 times the space that measures day and night. 9 രാത്രികളും 9 പകലുകളും, അതായത് 18 days ആണ് അവർ ആ ഹെവൻ ഹെല്ലിലോട്ട് പോകാനുള്ള ഗ്യാപ്പ് എടുത്തത്. ഓക്കെ, and Satan and his horrid crew, they are laying defeated, they are rolling in the fiery gulf. അവർ ഇങ്ങനെ അവിടെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അവർ ഇമ്മോർട്ടലാണ്, പക്ഷെ എന്നാലും അവർക്ക് സഫറിങ് ഉണ്ട്. ഇറ്റ് ഈസ് കൺഫേംഡ്, അത് എന്തായാലും ഉള്ളതാണ്. ഈ ഫിയറി ഗൾഫിൽ അവർ കൺഫൗണ്ടഡ് ആണ്. ദേ fall from the grace of God. Then his doom reserved him to be more wrath, for now the thought both of lost happiness and lasting pain torments him. Okay, ഇനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഡൂം ഇറ്റ് ഈസ് റിസർവ്ഡ് ടു ഹിം. ആ ഒരു ഡൂം കാരണം ആൾക്ക് ആ ഒരു ദേഷ്യം, ദൈവത്തിനോടുള്ള ആ ഒരു ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. ദ പണിഷ്മെന്റ് ഓഫ് ഗോഡ് വിച്ച് ഇസ് റിസർവ്ഡ് ഫോർ ഹിം, അത് കാരണം ദൈവത്തിനോട് ദേഷ്യം കൂടുകയാണ്. ഇവിടെ സേറ്റൻ ഹി ലോസ്റ്റ് ബോത്ത് ഹാപ്പിനെസ് ആൻഡ് ഹി ഹാഡ് ദ ലാസ്റ്റിംഗ് പെയിൻ ദാറ്റ് ടോർമെന്റ്സ് എവറി ഹെവൻലി എസെൻസ് ഓഫ് ഹിം. ആളുടെ ഹാപ്പിനെസ് പോയി, ആൾക്ക് ഹെവൻ നഷ്ടപ്പെട്ടു, ആൾക്ക് അവിടെ ലാസ്റ്റിംഗ് പെയിൻ മാത്രമേ ഉള്ളൂ. ദാറ്റ് ടോർമെന്റ്സ് എവറി ഹെവൻലി എസെൻസ് ഓഫ് ഹിം. ആളുടെ എല്ലാ ഹെവൻലി എസെൻസിനെയും ടോർമെന്റ് ചെയ്യുന്ന പെയിനാണ്. അവിടുന്ന് ആ ദൈവത്തിന്റെ ഗ്രേസിൽ നിന്ന് താഴേക്ക് വീണു. ഇനി ആ ഹെവൻലി എസെൻസ്, അവർ ഒരു ഏഞ്ചലിക് ക്രിയേച്ചർ ആണെന്നുള്ളത് കൊണ്ട് അവർക്ക് ഹെവൻലി എസെൻസ് ഉണ്ട്. ആ ഹെവൻലി എസെൻസ് ഇങ്ങനെ ഇത്തിരി ആയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പെയിനും കൂടെ സേറ്റനും റെബൽ ഏഞ്ചൽസിനും ഉണ്ടാവും. ഓക്കെ, ദെൻ സേറ്റൻ ഹീസ് ലൈങ് ഡൗൺ, ഹീസ് നോട്ട് ഏബിൾ ടു മൂവ് ഹിസ് ഹെഡ്. ആൾ കണ്ണ് തുറന്നു, ലൈക്ക് ആൾ നോക്കുകയാണ്, എന്നിട്ട് ആ ബെയിൽഫുൾ ഐസ് വെച്ചിട്ട് ആൾ ഓൾ അറൗണ്ട് നോക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ ഹെല്ല് കാണിച്ചു തരുന്നത് സേറ്റന്റെ കണ്ണിലൂടെയാണ്. ഓക്കെ, ഹി സീസ് ഹ്യൂജ് അഫ്ലിക്ഷൻ ആൻഡ് ഡിസ്മേ അറൗണ്ട് ഹിം. ചുറ്റും ആകെ ഡിസ്മേ ആൻഡ് അഫ്ലിക്ഷൻ മാത്രമേ ആൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ആസ് ഫാർ ആസ് ആൻ ഏഞ്ചൽ ക്യാൻ സീ, he see the dismal situation and it was a dungeon horrible. ഒരു ഏഞ്ചലിന് ഭയങ്കര ഐ വിഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ എത്രത്തോളം ആ ഒരു ഏഞ്ചലിന് കാണാൻ പറ്റുന്നു അത്രത്തോളം ആ അറ്റം വരെ ആൾ നോക്കുമ്പോഴും ആൾക്ക് കാണുന്നത് ഈ ഒരു ഡിസ്മൽ സിറ്റുവേഷൻ, ഒരു ഡിസ്മേ ആണ്. അവിടെ ഇതൊരു ഡഞ്ചൻ ഹൊറിബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഇമേജ് ഓഫ് വോൾക്കാനോ, അങ്ങനെ ആ ഒരു തീ മാത്രമുള്ള ഒരു പ്ലേസ്, ഇരുണ്ട് വെളിച്ചമൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു പ്ലേസ് ആണ്. ആ ഒരു ഇമേജറിയാണ് അവിടെ വരുന്നത്. ഓൾ അറൗണ്ട് ഹിം ദർ ഇസ് ഫ്ലെയിം ആസ്
ആസ് വൺ ഗ്രേറ്റ് ഫർണസ് ഫ്ലെയിംഡ്, ഒരു വോൾക്കാനോ ഇങ്ങനെ കത്തുന്നത് പോലെ, ഒരു ഗ്രേറ്റ് ഫർണസ് ഫ്ലെയിം ആവുന്നത് പോലെയാണ് ആളുടെ ചുറ്റും തീയുള്ളത്. ബട്ട് ഫ്രം ദീസ് ഫ്ലെയിംസ് ദർ ഇസ് നോ ലൈറ്റ്. അവിടെ ഫ്ലെയിം ഉണ്ട്, പക്ഷെ എന്നാലും വെളിച്ചം വരുന്നൊരു ഫ്ലെയിം അല്ല, അവിടെ ഒരു ഇരുട്ടാണുള്ളത്. ഓക്കെ, ദർ ഇസ് കംപ്ലീറ്റ് ഡാർക്ക്നെസ്. അവിടെ ഒരു ഓക്സിമോറൻ ആണല്ലോ അല്ലേ, അതായത് എങ്ങനെയാ, ലൈക്ക് ഡാർക്ക്നെസ്, ഡഞ്ചൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് അവിടെ, പക്ഷെ ഫ്ലെയിം ഉണ്ട്. ആ ഒരു രണ്ട് ഐഡിയാസിനെ അവിടെ കോൺട്രാസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലേ. അവിടെ ആ ഒരു വെളിച്ചം ഉണ്ടെങ്കിലും കാണുന്നില്ല, അവിടെ ഡാർക്ക്നെസ് ആണെന്ന് പറയുമ്പോൾ. അപ്പോൾ മിൽട്ടൺ ഹി ഈസ് ക്രിയേറ്റിംഗ് എ പിക്ചർ ഓഫ് ഹെൽ ആസ് എ പോസിബിലിറ്റി. ഡാർക്ക്നെസ് വിസിബിൾ എന്ന് പറയുന്ന ആ ഒരു ഓക്സിമോറൻ, വാട്ട് എവർ ഇസ് വിസിബിൾ in there is only to discover the sight of അവിടെ എന്താണ് കാണുന്നത് അത് സങ്കടത്തിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ മാത്രമുള്ളതായിരുന്നു. ഓക്കെ, ഈ മറ്റേ ഫ്ലെയിം, ആ ഒരു ഡാർക്ക്നെസ്, ആ ഒരു ഹീറ്റ്, ആ ഒരു സിറ്റുവേഷൻ മാത്രമേ കാണുള്ളൂ, അതല്ലാണ്ട് വേറെ ഒന്നും അവർക്ക് കാണാൻ ഉണ്ടാവുന്നില്ല. ഇവിടെ ഈ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് മേ ബി മിൽട്ടൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ബിക്കോസ് ഹീസ് ഒപ്രസ്ഡ് വിത്ത് ഡാർക്ക്നെസ് അല്ലേ, ഹീസ് ബ്ലൈൻഡ്. ത്രൂ ഡാർക്ക്നെസ് ഹി ക്യാൻ ഓൺലി സീ സോറോ. ആൾക്ക് അവിടെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്നുണ്ടാവും മിൽട്ടൺ. ഓക്കെ, ഈ ഡാർക്ക്നെസ് വിസിബിൾ, അവിടെ ആ ഡാർക്ക്നെസ്സിലാകെ കാണുന്നത് എന്തായിരുന്നു, ആ ഒരു സൈറ്റ് ഓഫ് വോ മാത്രമായിരുന്നു, ആ റീജിയൻ ഓഫ് സോറോ, ഒരു ഡോൾഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ്. ഒരിക്കലും അവർക്ക് പീസ് ഈ ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല എന്നറിയായിരുന്നു. ദേ നോ ദാറ്റ് ഹോപ്പ് നെവർ കംസ്, പീസ് നെവർ ഡ്വെൽ, ഹോപ്പ് നെവർ കംസ് എന്ന് സൈറ്റന് മനസ്സിലായി എന്നാണ് പറയണത്. അവിടെ ഒരു ഫിയറി ഗൾഫ് ഉണ്ട്. ഹെല്ലിൽ വാട്ടർ ഇല്ല, അവിടെ ഫിയറി ഗൾഫാണുള്ളത്, തീ കൊണ്ടുള്ള ഒരു ഗൾഫാണുള്ളത്. ഓക്കെ, അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് ഈ റിബൽസിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഹിയർ their prison ordained in utter darkness and they are far removed from God and the sight of heaven. ഹെവൻ നിന്നും ഗോഡിൽ നിന്നും ഒരുപാട് ദൂരെ അവരിങ്ങനത്തെ ഒരു പ്രിസൺ, അറ്റർ ഡാർക്ക്നെസ്സിലുള്ള ഒരു പ്രിസണിലാണ് അവർ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളത്. ദ ഹെൽ ആൻഡ് ഹെവൻ ഹാവ് 3 മൾട്ടിപ്പിൾ ഡിഫറൻസ്, അതായത് ഒരു 3x ഡിഫറൻസ് ആണ് ഹെവനും ഹെല്ലും ഉള്ളത് എന്നാണ് പറയുന്നത്. അത്രയും ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. As far removed from God and the light of heaven as from the center thrice the utmost pole. Oh, how unlike the place from where they fell. There the companions of his fall, overwhelmed with the floods and whirlwinds of tempestuous fire, he soon discerned and weltering by his side one next himself in power and next in crime, long after known in Palestine and named Beelzebub, to whom the arch enemy and thence in heaven called Satan, with bold words breaking the horrid silence thus began. Okay, ഇതിന് മുന്നേ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. ആൻഡ് അവർ ഈ ഇങ്ങനത്തെ ഒരു പ്ലേസിലാണ് അവരെ എത്തിച്ചെന്ന് പറഞ്ഞില്ല. അവരെ എത്താൻ കാരണം ആ ഒരു ബേണിംഗ് സൾഫർ എന്ന് പറയുന്ന, അതായത് തണ്ടറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജീസസ് യൂസ്ഡ് ഇറ്റ് ആസ് എ വെപ്പൺ ഇൻ ദ വാൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അവർ ഈ ഒരു ഹെവൻ നിന്ന് ഹെല്ലിലോട്ട് എത്തിയത്. And now they are removed from God, the light of heaven. നമുക്ക് മാറിയിക്കാണ്. ഈ ഹെവൻ്റെ സെൻട്രൽ നിന്ന് ത്രൈസ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഹെവനും ഹെല്ലും നിൽക്കുന്നത്. അവർ ഒരു അൺലൈക്ക് പ്ലേസിലാണ് അവർ വീണിട്ടുള്ളത്. ആൻഡ് സിറ്റുവേഷനിൽ ദേ ആർ ഓവർവെൽംഡ് ആൻഡ് ദേ ആർ കൺഫ്യൂസ്ഡ് വിത്ത് ദ ഫോൾ. സേറ്റൻ ആളുടെ ഫോളോവേഴ്സിനെ നോക്കുമ്പോൾ ആളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബീൽസെബബ് ആണ്. ഈ ബീൽസെബബ് പണ്ട് ഭയങ്കര ഗ്ലോറിഫുൾ ആയിട്ടുള്ള ഒരു ആളായിരുന്നു. ബട്ട് നൗ ഹി ഹാസ് ലോസ്റ്റ് ഓൾ ഹിസ് ഗ്ലോറി. ബീൽസെബബ് എന്നുള്ള പേര് ആൾക്ക് ലേറ്റർ ആണ് വരുന്നത്. ആൻഡ് ഹി വാസ് ദ ലോർഡ് ഓഫ് Palestine. The correct people ആണ് ആൾക്ക് ബീൽസെബബ് എന്നുള്ള പേര് കിട്ടുന്നത്. ഓക്കെ, he had changed a lot. പണ്ടത്തെ പോലെ he is not as bright as he used to be. സോ ഇവിടെ ദി ആക്ഷൻ ഓഫ് എപ്പിക് ഇവിടെ ബിഗിൻ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സേറ്റൻ ബീൽസെബബിനോട് ചോദിക്കുകയാണ്. ഹി സേസ്, ഈസ് ഇറ്റ് റിയലി യു ബീൽസെബബ് എന്ന് സേറ്റനോട് സംസാരിക്കുകയാണ്. ഇഫ് യു ആർ യു, ഓ ഹൗ ഫാർ യു ഹാവ് ബീൻ ഫോളൻ. എത്ര ദൂരൊക്കെയാണ് നീ വീണിരിക്കുന്നത്, എത്ര ഡിഫറൻസ് ആണ് നിനക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ബീൽസെബബിന് അന്നുണ്ടായിരുന്ന ആ ഒരു ഓറ അതെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഹി വാസ് ഫുൾ ഓഫ് ഒരു ബ്രൈറ്റ്നെസ് ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു ബീൽസെബബ് പണ്ട്. ഔട്ട്ഷൈൻഡ് ആയിട്ടുള്ള ബ്രൈറ്റ്നെസ് ആയിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. ഔട്ട്ഷൈൻഡ് ദ മിരിയാഡ്സ് ഓഫ് അതേഴ്സ്. ബാക്കിയുള്ള ആൾക്കാരുടെ ആ ഒരു ഭംഗീനേക്കാട്ടിലും ഔട്ട്ഷൈൻ ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്ന ഒരു ബ്രൈറ്റ്നെസ് ആയിരുന്നു ആൾക്ക് ഉണ്ടായിരുന്നത്. ഹെവനിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും ഒരു പാക്ട്, ദേ ഫോം എ മ്യൂച്വൽ ലീഗ് വിത്ത് ഈച്ച് അതർ ആൻഡ് ദേ ബോത്ത് റിബെൽഡ് എഗെയിൻസ്റ്റ് ദ ടൈറന്റ് ഗോഡിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അവർ ഒരുമിച്ച് റിബൽ ചെയ്തവരാണ്. പക്ഷേ വി ഫെയിൽഡ് ആൻഡ് നൗ യുവർ ഫെയ്ത്ത് ഇസ് ടു ജോയിൻ മീ. അതാണ് പറയുന്നത്. ഈ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇതാണ് എനിക്ക് വന്നത്. എൻ്റെ ഫെയ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, എന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ സേറ്റൻ ഹീസ് ഫീലിംഗ് റിഗ്രറ്റ് ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ ദാറ്റ് ഹാഡ് മെയ്ഡ് അതേഴ്സ് ഫോൾ ടു. ബാക്കിയുള്ളവർക്കും ഈ ഒരു അവസ്ഥ വന്നു എന്ന് കാണുമ്പോൾ സേറ്റൻ ഹി ഫീൽസ് റിഗ്രറ്റ്. ഓക്കെ, പറയുന്ന ആർക്കറിയായിരുന്നു ദൈവം ഇത്രയും പവർഫുൾ ആണെന്ന്. ലൂസിഫർ, ഹി ഹാഡ് നോ ഐഡിയ അബൌട്ട് ഹൗ പവർഫുൾ ഗോഡ് ഈസ്. ആൻഡ്
ഒരു കാലത്ത് ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോഡാണോ നമ്മളെ ഉണ്ടാക്കിയതെന്ന്. ഹിറ്റ്സ് നോട്ട് ലൈക്ക് ഗോഡാണോ ഉണ്ടാക്കിയതെന്ന് ആരാ പറഞ്ഞത്? ആരെങ്കിലും കണ്ടോ ഗോഡ് ഉണ്ടാക്കുന്നത്? സോ വി ആർ സെൽഫ് ക്രിയേറ്റഡ് എന്നൊക്കെയായിരുന്നു ആൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. സോ വി നീഡ് നോട്ട് ബി ലോയൽ ടു ഗോഡ് ആൻഡ് ടു ട്രസ്റ്റ് ഹിം. അവർ സബ്ജക്ട്സ് ആയിരുന്നല്ലോ ഗോഡിന്റെ കിങ്ഡം ഒക്കെ നോക്കി അവർ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്ന സബ്ജക്റ്റ് ആയിരുന്നു. ഓക്കെ, നമ്മളുടെ സപ്പോർട്ട് ഇല്ലാതെ ഗോഡിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ആർഗ്യുമെന്റ് ഒക്കെ വെച്ചിട്ടാണ് അവർ റിബൽ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെയൊക്കെയാണ് ബാക്കി ഏഞ്ചൽസിനെ കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നൗ സീറ്റൻ അണ്ടർസ്റ്റാൻഡ്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഡൗട്ടൊക്കെ മാറി. ഹി ഹാസ് നോ ഡൗട്ട്സ് അബൌട്ട് ദ ക്രിയേഷൻ നൗ. ഗോഡ് ജയിച്ചു, വാർ ജയിച്ചു. ബട്ട് അത് ഗോഡ് ജയിച്ചു എന്നുള്ളതുകൊണ്ട് സേറ്റൻ ഇസ് നോട്ട് റെഡി ടു പ്ലീഡ് ഫോർ മേഴ്സി. ആൾ റിപ്പൻറ്റും ചെയ്യുന്നില്ല. ഒരു സെൻസ് ഓഫ് ഇൻജേർഡ് മെറിറ്റ് ആണുള്ളത്. അതായത് ഗോഡ് സേറ്റനെ ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ലൂസിഫറിനെ ചൂസ് ചെയ്യുന്നതിന് പകരം സണ്ണിനെ വോർഷിപ്പ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, സേറ്റൻ വാസ് ദ ലീഡർ. ഗോഡ് എന്നാലും സേറ്റനെ സെലക്ട് ചെയ്തില്ല, സണ്ണിനെയാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ സണ്ണ് എന്താണ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. സണ്ണിനെ സെലക്ട് ചെയ്യാൻ മാത്രം എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ട് ആ ഒരു ഇൻജേർഡ് മെറിറ്റ് ആണ് സേറ്റൻ ഉണ്ടായിരുന്നത്. He was not alone. Many angels followed him. Many spirits followed him. And they too rebelled against God. And they preferred me. എന്നാണ് സേറ്റൻ പറയുന്നത്. എന്നെ പ്രിഫർ ചെയ്തു അവർ എന്നാണ് പറയുന്നത്. Even the omnipotent, അങ്ങനെ ഇവർ വാറിന് പോയപ്പോൾ even the omnipotent God was shaken from the throne. അത് ഞങ്ങൾ വന്ന ആ ഒരു ഇത് കണ്ടിട്ട് ഗോഡ് ആ ത്രോണിലിരുന്ന് ഷേക്ക് ചെയ്യുമായിരുന്നു, പേടിച്ചിരിക്കണു. അങ്ങനെയൊക്കെയാണ് സേറ്റൻ ബോസ്റ്റ് ചെയ്യണത്. പക്ഷെ അവർ തോൽക്കാൻ കാരണം ആ ഒരു തണ്ടർ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്തത് കൊണ്ടാണ്. ഡ്യൂബിയസ് ബാറ്റിൽ എന്നാണ് അതിനെ പറയുന്നത്, ഡൗട്ട്ഫുൾ ബാറ്റിൽ എന്നാണ് പറയുന്നത്. അവർ തോൽക്കാൻ കാരണം ദേ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദിസ് തണ്ടർ. ആ ഒരു ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഡെസ്പയർ ആയിട്ടുള്ള ഒരു എഫേർട്ട് സേറ്റന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ ഗോഡ് ദ പൊട്ടന്റ് വിക്ടർ, ആള് ഈ തണ്ടറൊക്കെ യൂസ് ചെയ്ത് ജയിച്ചു. ആൻഡ് ഹി മേ പണിഷ് ദം ഈവൻ മോർ. പക്ഷെ എന്നാലും സേറ്റൻ ഒരിക്കലും റെപ്പൻറ്റ് ചെയ്യില്ല, റിഗ്രറ്റ് ചെയ്യില്ല വാട്ട് ഹി ഹാസ് ഡൺ എന്നാണ് പറയുന്നത്. ഹി വോണ്ട് ചേഞ്ച്. ആ റിവെഞ്ചിൽ ആൾ കീനായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ഇൻജേർഡ് മെറിറ്റ് കാരണമാണ് ഇത് ഈ ഒരു വാർ തുടങ്ങാൻ കാരണം. ആൻഡ് ദിസ് ഡ്യൂബിയസ് വാർ തുടങ്ങാൻ കാരണം ആ ഇൻജേർഡ് മെറിറ്റ് ആണ്. ഇവിടെ സേറ്റൻ ഈസ് ട്രൈങ് ടു കൺവിൻസ് ബീൽസെബൂബ് ദാറ്റ് ദൈവം അത്രയും പവർഫുൾ ആയിരുന്നു, ഫൈൻ, പക്ഷെ നമ്മളും പവർഫുൾ ആണ്. ഈ ഒരു തണ്ടർ എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ജയിച്ചേനെ എന്ന് പറയാണ്. സേറ്റൻ ഈസ് ഇക്വേറ്റിംഗ് ഹിസ് പവർ വിത്ത് ഗോഡ്. ഈ ഫീൽഡിൽ എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുകയാണ്. ഓൾ ഇസ് നോട്ട് ലോസ്റ്റ്. The unconquerable will and study of revenge, immortal hate and courage never to submit or yield, and what is else not to be overcome. That glory never shall his wrath or might extort from me, to bow and sue for grace with suppliant knee, and defy his power, who from the terror of the arm so late doubted his empire, that we are low indeed, that we are ignominy and shame beneath this downfall, since by fate the strength of God and the imperial substance cannot fail, since though experience of his great event in arms not worse, in foresight much advanced, we may with more successful hope resolve to wage by force or guile eternal war. ഓക്കെ, അപ്പോൾ ഇവിടെ സേറ്റൻ ആസ് എ ഹീറോ അല്ലെങ്കിൽ സേറ്റൻ ആസ് എ ലീഡർ എന്ന് പറയുന്ന ഭാഗം നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു ലൈനാണ്. ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ് അവർ ഒരു ലീഡർ എന്ന നിലയിൽ അവിടെ കാണിക്കുന്നത്. ഓൾ ഇസ് നോട്ട് ലോസ്റ്റ്, എല്ലാം നഷ്ടമായിട്ടില്ല എന്നാണ് പറയുന്നത്. വി ഹാവ് മോർ ഓപ്പർച്യൂണിറ്റി, നമുക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഹെവൻ ഇസ് ലോസ്റ്റ്, ശരി, ഹെവൻ നമുക്ക് പോയി, പക്ഷെ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നോട്ട് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. In the midst of such utter defeat, he was able to say all is not lost. So ആ ഒരു അൺകോൺക്വറബിൾ ആയിട്ടുള്ള വിൽ അവരുടെ ഉണ്ട്, ആ ഒരു റിവെഞ്ചിൻ്റെ ആ ഒരു സ്റ്റഡി അവരുടെ ഉണ്ട്. ഓക്കെ, ആ ഒരു ഇമ്മോർട്ടൽ ഹെയ്റ്റ് അവരുടെ ഉണ്ട്. ഇറ്റ് ഈസ് ഓൾ നോട്ട് ലോസ്റ്റ്. ഓക്കെ, ആ ഒരു കറേജ്, ദേ ഹാവ് ദ കറേജ് ടു നെവർ സബ്മിറ്റ്. ഇതൊന്നും അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഈസ് ടെല്ലിങ്, തോന്നുന്നുണ്ടോ ലൈക്ക് ഈ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഹെവൻ്റെ അല്ലെങ്കിൽ ഗോഡിൻ്റെ മുന്നിൽ പോയിട്ട് നീൽ ചെയ്ത് ഞാൻ ബെഗ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ്. ഈ ഗോഡിന് സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രിസ്ത്യൻ വാല്യൂ. അത് ചെയ്യാൻ സേറ്റൻ റെഡിയല്ല. ഗോഡിൻ്റെ പവറോ അല്ലെങ്കിൽ ഗോഡിൻ്റെ ആങ്കറോ ഒന്നും ഈ കുറച്ച് കാര്യങ്ങളെ, ഈ ക്വാളിറ്റീസിനെ ഒരിക്കലും സേറ്റനിൽ നിന്ന് എടുത്ത് കളയില്ല എന്നാണ് പറയുന്നത്. ഹി വിൽ നെവർ ബോ ഓർ ഹി വിൽ നെവർ സ്യൂ ഡൗൺ ഫോർ ഗ്രേസ് ഓർ മേഴ്സി ഇൻ ബെൻഡ് നീസ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഗോഡ് എന്ന് വിളിക്കാനൊന്നും ഹി ഈസ് നോട്ട് റെഡി. Satan is claiming that God had doubt in his own strength because of Satan's power. So bowing to God will humiliate him. Okay, and ആൾ പറയുന്നത് I have been defeated. Yes, ഞാൻ തോറ്റു. I had been thrown out from heaven to hell. ഹെവനിൽ നിന്ന് ഹെല്ലിലോട്ട് എന്നെ പുറത്താക്കി. ഒരു ഡൗൺഫോൾ തന്നെയാണ്. ബട്ട് ഇഫ് ഐ സറണ്ടർ ദാറ്റ് വിൽ ബി ഈവൻ എ ഗ്രേറ്റർ ഡൗൺഫോൾ. ഞാൻ സറണ്ടർ ചെയ്ത് മേഴ്സിക്ക് വേണ്ടി ബെഗ് ചെയ്യുകയാണെങ്കിൽ അത് അതിനേക്കാൾ വലിയൊരു ഗ്രേറ്റർ ഡൗൺഫോൾ ആവും. Satan is talking about the spiritual defeat to a physical defeat.
ആ ഒരു സ്പിരിച്വൽ ഡിഫീറ്റ് എടുക്കാൻ ഹീസ് നോട്ട് റെഡി. ഓക്കെ, ആൻഡ് ഹീസ് ജസ്റ്റിഫൈങ് ഹിസ് ബാറ്റിൽ അഗെയിൻസ്റ്റ് ഗോഡ്. ഈ ഡിഫീറ്റ് വരാൻ കാരണം എന്തുകൊണ്ടാണ്? ആ ഒരു ബെറ്റർ വെപ്പൺ അവരുടെ കയ്യിലുള്ളതുകൊണ്ടാണ്. ആളുടെ സ്പിരിറ്റ് ഇറ്റ് ഈസ് ഇൻടാക്ട്, അത് ആളുടെ തന്നെ ഉണ്ട്, ആൻഡ് ഹി വിൽ ടേക്ക് റിവെഞ്ച് സൂൺ. പിന്നെ പറയുന്നത് ഇപ്പോൾ അവർ പുറത്താക്കിയല്ലോ ഹെവനിൽ നിന്ന്, അവരെ ഡിഫീറ്റ് ചെയ്തു. അവർ ഒരുപാട് ബ്രേവ് ആയിട്ട് തന്നെയാണ് ഫോട്ട് ചെയ്തത്. ഇവൻ ദർ ഡിഫീറ്റിൽ ഒരു ഓണർ ഉണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് ഒരു ഇമ്പീരിയൽ എസെൻസ് ഉണ്ട്, അത് അവരുടെ നിന്ന് ഇതുവരെ പോയിട്ടില്ല, പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വിത്ത് ഓൾ ദാറ്റ് ഗിഫ്റ്റ് ദാറ്റ് ദ ഗോഡ് ഹാഡ് ഗിവൻ ദം. ഈ ദൈവം കൊടുത്തതൊന്നും ദൈവത്തിന് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ബിക്കോസ് ദെയർ ഏഞ്ചൽസ്, ബാക്കി ഏഞ്ചൽസിനെ പോലെ തന്നെയാണ് ഒരു ഇമ്മോർട്ടൽ ബീയിങ്സ് ആയിട്ട്, ഭയങ്കര ഹെവൻലി ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഇവരെയും. എന്നാലും സേറ്റൻ പറയാണ്, സേറ്റൻ വിൽ കണ്ടിന്യൂ ടു വേജ് വാർ. ഗോഡിന് അവിടെ ആരും എതിർക്കാനില്ല. ഗോഡ് അവിടെ ടൈറന്റ് ആയിട്ടാണ്. നൗ ഇൻ ഹെവൻ ആസ് എ ടൈറന്റ്. അപ്പോൾ ഒന്നില് ഗോഡിനെ കാണിച്ചില്ല ആസ് സമ്മൺ ഹൂ ഇസ് അഫ്രൈഡ് ടു ലൂസ് ഹിസ് ത്രോൺ എന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ഇനി ഇവിടെ നമ്മുടെ ബീൽസെബബ് ഹീസ് റിപ്ലൈയിങ്, സോ സ്പേക്ക് ദി അപ്പോസ്റ്റൽ ഏഞ്ചൽ ദോ ഇൻ പെയിൻ. വേദനയിലാണെങ്കിലും ഇവൻ ഇഫ് ഹി ഹാവ് പെയിനിൽ അപ്പോസ്റ്റേറ്റ് ഏഞ്ചൽ സംസാരിക്കുകയാണ്. Beelzebub is addressing Lucifer as the prince of darkness or hell. Oh prince എന്നാണ് പറയുന്നത്, ഓഫ് ചീഫ് ഓഫ് മെനി ത്രോൺഡ് പവേഴ്സ്. ഒരു എംപററിനെ പോലെ ഉള്ള പവർ ഉള്ള ആൾക്കാരുടെ ചീഫായിട്ടുള്ള ആളായിട്ടാണ് കൺസിഡർ ചെയ്യണത്. ദാറ്റ് ലെഡ് ഇംബാറ്റിൽഡ് സെറാഫിം ടു വോർ. ഒരുപാട് ലെസ്സർ ഏഞ്ചൽസിനെ വോറിലോട്ട് നയിച്ച ആളായിട്ടാണ് വിളിക്കുന്നത്. അണ്ടർ ദൈ കണ്ടക്ട് ആൻഡ് ഇൻ ഡ്രെഡ്ഫുൾ ഡീഡ്സ് ഫിയർലെസ് എൻഡേഞ്ചേർഡ് ഹെവൻസ് പെർപെച്വൽ കിങ്. ഓക്കെ, അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഹെവൻ്റെ കിങ്ങിനെതിരെയായിട്ട് ഹെവനിൽ ഒരു വോർ എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണമായിട്ടുള്ള ആളാരാണ്? സൈറ്റനാണ്. ഇവിടെ ബീൽസെബബ് is accusing Satan for leading them astray. Now they are banished എന്നാണ് പറയുന്നത്. ഓക്കെ, they are thrown out of heaven. They have lost heaven. And all this mighty host in horrible destruction laid thus low. നമ്മൾ എന്നിട്ട് അവസാനം ഇങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഗോഡിൻ്റെയും ഹെവൻലി എസെൻസിൻ്റെയും അടുത്തുനിന്ന് നമ്മൾ ഒരുപാട് ദൂരെയാണ്. Now here in endless misery എന്നാണ് പറയുന്നത്. Strange dark landലോട്ട് നമ്മളെ എക്സൈൽ ചെയ്തു. And he regret that he battled. They battled എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. But still his mind is made up that he will follow Satan until the last. ആ മൈൻഡും സ്പിരിറ്റും it remain invisible, but the glory and happy state they are swallowed in this endless misery എന്നാണ് പറയുന്നത്. Okay, ബീൽസെബബ് കുറച്ച് ചോദിക്കുന്നത്, വാട്ട് ഇഫ് ഗോഡ് ഹാഡ് ഡിസൈഡഡ് ടു പണിഷ് ദം ഈവൻ ഫർദർ. ഇതിലും കൂടുതൽ ഈ ഫോഴ്സ് ഓഫ് ലൈക്ക് ഹി ബിലീവ്സ് ദാറ്റ് but what if our conqueror, the God whom I know of force believe almighty, since no less than such could have overpowered such force as ours, have left us in spirit and strength entire strongly to suffer and support our pains, that we may to suffice with vengeful ire to do him mightier service as his thralls by right of war, whatever his business be, here in the heart of hell to work in fire, or to do his errand in gloomy deep. What can it then avail, though yet we feel strength undiminished or eternal being, to underground eternal punishment? Word to with speedy words the arch faint replied. ബീൽസെബബ് ചോദിക്കുകയാണ്, ദൈവം നമ്മൾ ഇനിയും പണിഷ് ചെയ്താലോ? നമ്മളെ ഇങ്ങനെ ഒരു ഹെല്ലിലോട്ട് കൊണ്ടുവന്നിടുന്നതിൻ്റെ ആ ഒരു പേർപ്പസ് എന്തായിരുന്നു? നമ്മൾ ഹെല്ലിൽ ദൈവത്തിന് സെർവ് ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആർ വി ഗോയിങ് ടു റൺ എറാൻഡ്സ് ഇൻ ദ ഗ്ലൂമി ഡീ എന്നൊക്കെ ചോദിക്കണത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഇനിയും ഒരു ഇറ്റേണൽ പണിഷ്മെൻറ്റിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്, ഇത് പണിഷ്മെൻറ്റിൻ്റെ ഭാഗമാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആർക്ക് ഫെയിൻഡ് ആയിട്ടുള്ള സേറ്റൻ ഹി റിപ്ലൈഡ്, ആൻഡ് സേറ്റൻ ഹിസ് ഡിസ്റ്റർബ്ഡ് ബൈ ദ എലമെൻറ്റ് ഓഫ് ഡൗട്ട് ഇൻ ബീൽസെബബ്. ആൾക്ക് അപ്പോൾ ഇവിടെ ഇനി ആളെയും ബീൽസെബബിനെയും ആളുടെ ഫോളോവേഴ്സിനെയൊക്കെ ആ ഒരു ക്ലിയർ ഡയറക്ഷനിലോട്ട് കൊണ്ടുപോകാൻ ഇനി സംസാരിക്കേണ്ടി വരും എന്ന് മനസ്സിലായി. സോ ഹീസ് റിപ്ലൈയിങ്, ഹീസ് കോളിംഗ് ബീൽസെബബ് as fallen cherub. To be weak is miserable, doing or suffering. But of this be sure, to do aught good never will be our task, but ever to do ill our sole delight എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ടാസ്ക് അല്ല. വി വിൽ അൺഡു എവറിത്തിങ് ഗുഡ്നെസ് ഇൻ ഗോഡ്. ഗോഡിൻ്റെ പേരിലുള്ള എല്ലാ ഗുഡ്നെസ്സിനെയും നമ്മൾ ഇല്ലാതെയാക്കും. വി വിൽ ഓൾവേസ് ബി ദി ഓപ്പോസിറ്റ് ടു ഗോഡ് എന്നാണ് പറയുന്നത്. എന്താ പറയുക, ടു ബി ഡൂയിങ് ഗുഡ് എന്ന് പറയുന്നത് അവരുടെ ടാസ്കിലേ ഉള്ളതല്ല. ബട്ട് എവർ ടു ഡു ഇൽ, ഇല്ലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർ സോൾ ഡിലൈറ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. ബി കോൺട്രാറി ടു ഹിസ് ഐ വിൽ ഹൂം വി റെസിസ്റ്റ്. നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന ഗോഡിൻ്റെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. വി വിൽ ഡു ദി ഓപ്പോസിറ്റ്.
ഗോഡ് ആളുടെ പ്രൊവിഡൻസ് കൊണ്ട് എന്താ പറയുക, ഒരു നല്ലത്, നമ്മളുടെ ഈവിൽ നിന്ന് നല്ലത് കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ വർക്ക് എന്താണ്, ആ ഒരു കാര്യത്തിനെ പ്രിവെൻറ്റ് ചെയ്യാന്നാണ്. അൻറ്റിൽ ദി എൻഡ് ഒരു ഗുഡ്നെസ് കൊണ്ടുവരാതിരിക്കാൻ നമ്മൾ ഗുഡ്നെസ് കൊണ്ടുവരുന്നത് പ്രിവെൻറ്റ് ചെയ്യാന്നാണ്. ആൻഡ് ഔട്ട് ഓഫ് ഗുഡ് സ്റ്റിൽ ഫൈൻഡ് മീൻസ് ഓഫ് ഈവിൾ. ഗുഡിൽ നിന്ന് നമ്മൾ ഈവിൾ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഗോഡിന് ഈവിൾ ആവശ്യമാണ്. അതായത് അപ്പോൾ ഇങ്ങനെ ഈവിൾ വരുമ്പോൾ, ഈവിൾ മെന്നിനെ കൊറപ്റ്റ് ചെയ്യുമ്പോൾ ഗോഡ് ആ മെന്നിനെ ആ ഈവിൾ നിന്ന് സേവ് ചെയ്യും. സോ ദാറ്റ് ഗുഡ്നെസ് വിൽ ലുക്ക് ബെറ്റർ. അതാണ് എന്താ പറയുക, സൈറ്റനെ പോലെ അല്ലെങ്കിൽ ആ ഒരു വോർ നടക്കാനും ഒരു സിന്ന് എന്താ പറയുക ദൈവം ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള കാരണം. സിന്നും ദൈവത്തിൻ്റെ ഒരു പാട്ടിൽ ഹെവനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തതാണല്ലോ. സോ നെസ്സിൽ നിന്ന് നമ്മൾ ഈവിൾ കൊണ്ടുവരണം, ആൻഡ് ദാറ്റ് വിൽ മേക്ക് ഹിം ഈവൻ വേഴ്സ് എന്നാണ് പറയുന്നത്. സോ ആൻഡ് സൈറ്റൻ സേസ് സൾഫർ വാസ് യൂസ്ഡ് ബൈ ദ സൺ. ജീസസ് സൾഫർ ആണ് യൂസ് ചെയ്തത്, വിച്ച് വാസ് ദി സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ദി തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. അതുകൊണ്ടാണ് നമ്മൾ ഫോൾ ആയത് എന്നാണ് പറയുന്നത്. തണ്ടർ കാരണം ആ ഒരു കെയോസിൽ ഒരു ഹോൾ ഉണ്ടായിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ പ്ലേസിലോട്ട് നമ്മൾ അവിടെ നിന്ന് തള്ളിവിട്ടത്. അല്ലാതെ ദൈവം നമുക്ക് ഒരു ജനറോസിറ്റി കൊണ്ട് ക്രിയേറ്റ് ചെയ്ത പ്ലേസ് ഒന്നും അല്ല ഇതെന്നാണ് സൈറ്റൻ പറയണത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് ആകാശത്തു നിന്ന് ഷാഫ്റ്റ്സ് അല്ലെങ്കിൽ വെപ്പൺസ് ഒന്നും വരുന്നില്ല അറ്റാക്ക് ചെയ്യാൻ അവരെ. നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഗോഡ് അവരുടെ എനിമി സാച്ചുറേറ്റ് ആയിട്ടിരിക്കുകയാണ്. ഒരു ചാൻസ് അതാണ്. അല്ലാച്ച ഗോഡ് എന്താണ് ഈ സൈറ്റൻ്റെ ലോസ്റ്റിൽ എൻജോയ് ചെയ്തിട്ട് അവിടെ ഇരിക്കുമായിരിക്കും. മേ ബി അപ്പോൾ ഗോഡിനെ ആരും ഗാർഡ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയണത്. അപ്പോൾ സൈറ്റൻ ഹിസ് ടെല്ലിങ് ബീൽസെബബ് ദാറ്റ് ലെറ്റ്സ് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ അവേ, ലൈക്ക് കുറച്ച് ഒന്ന് മാറിപ്പോവാം, ഈ ഒരു ഡെസലേറ്റ് പ്ലെയിൻ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിപ്പോയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് പറയുന്നത്. ദേ വോണ്ട് ഹാവ് എനി റെസ്റ്റ് ഇൻ ഹെൽ. അവർക്ക് ആ ഒരു ഗ്ലോറിയസ് പവറും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ലാതെ, ദേ ആർ അഫ്ലിക്റ്റഡ് ബൈ ഹെൽ. അവരുടെ ആ ഒരു ഹെവൻലി ലൈക്ക് ആ ഒരു എന്താ പറയുക ഒരു പവർ ഗ്ലോറി അതങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. സോ ദേ വിൽ ബി അഫ്ലിക്റ്റഡ് മോർ ഇൻ ഹെൽ. സോ നമുക്കൊരു മീറ്റിംഗ് വെക്കാം, ആൻഡ് നമ്മളെങ്ങനെയാണ് ഈ മാക്സിമം പണിഷ്മെൻറ്റ് നമുക്ക് തന്നതിൽ നിന്ന് നമ്മളെങ്ങനെ അവിടെ നിന്ന് മാറാം, എങ്ങനെ തിരിച്ച് റിവെഞ്ച് ഗോഡിൻ്റെ അടുത്ത് എടുക്കാം എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് പറയുകയാണ്. നമ്മുടെ ഈ ലോസ് എങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് സംസാരിക്കാം. ഹൗ ടു ഓവർകം അവർ കലാമിറ്റി, ഹൗ ടു റിസോൾവ് ദിസ് ഡെസ്പയർ എന്ന് നമുക്ക് സംസാരിക്കാം എന്നാണ് ആൾ പറയണത്. ഇഫ് ഹോപ്പ് നമുക്കില്ലെങ്കിൽ, നമ്മൾ ഹോപ്പ് ഡസൻ ഹെൽപ്പ് അസ്, ലെറ്റ്സ് ഫൈൻഡ് കംഫർട്ട് ഇൻ ഡെസ്പയർ എന്നാണ് അവിടെ പറയുന്നത്. സോ സൈറ്റൻ ആളുടെ നിയറസ്റ്റ് മേറ്റ് ആയിട്ടുള്ള ബീൽസെബബിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ആൻഡ് അവിടെ നിന്ന് സിമിലി, ഇവിടെ ഒരു എപ്പിക് സിമിലിയാണ് കാണിക്കുന്നത്. സൈറ്റൻ്റെ ഹെഡ് ആ ഒരു ഫിയറി ഗൾഫിൻ്റെ അവിടെയാണല്ലോ ഉള്ളത്. അതിൽ നിന്ന് ആദ്യം തലയാണ് പൊങ്ങുന്നത്. ആളുടെ തല പൊങ്ങുമ്പോൾ ആൾ നാല് പുറം നോക്കുകയാണ് അങ്ങനെ. ആൻഡ് ആളുടെ ഐസ് ഇറ്റ് സ്പാർക്കിൾസ് എന്നാണ് പറയുന്നത്. ആ ഒരു ഫിയറി ഗൾഫിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആൾ കണ്ണുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോൾ ആളുടെ ഒരു സ്പാർക്കിൾ ചെയ്യുന്ന കണ്ണായിരുന്നു. ഓക്കെ, ആളെ മോൺസ്ട്രസ് ക്രീച്ചറായിട്ടാണ് കമ്പയർ ചെയ്യണത്. ടൈറ്റാനിയൻ എന്ന് പറയുന്നത് ഇസ് ദി ചിൽഡ്രൻ ഓഫ് എർത്ത് ആൻഡ് സ്കൈ. എർത്തിനും സ്കൈ അല്ലെങ്കിൽ ജോവനും കൂടെ ഉണ്ടായ കുട്ടികളാണ് ടൈറ്റൻസ് എന്ന് പറയുന്നത്. അവർ അതായത് എർത്ത് ഭൂമി താഴെയും സ്കൈ മേളിലും അല്ലേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരെ അവരുടെ അത്രയും ആകാശം വരെ മുട്ടുന്ന അത്രയും ഹൈറ്റുള്ള ഭയങ്കര മോൺസ്ട്രസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെയാണ് സൈറ്റനായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്. സൈറ്റൻ ആളുടെ ഹെഡ് റേസ് ചെയ്തു. ഹിസ് ഐസ് ആർ വിസിബിൾ നൗ. ഒരു സ്പാർക്ലിംഗ് ഫയർ ആണ് ആളുടെ കണ്ണിൽ, അത് ബ്ലേസ് ചെയ്യായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പവർ, ഇമേജ് ഓഫ് പവർ ആണ് അവിടെ കാണുന്നത്. ആൻഡ് ഹിസ് അതർ പാർട്സ് അത് കാണുന്നില്ല, ആ ഒരു തല പൊങ്ങിയത് മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം ആ ഒരു വെള്ളത്തിൽ ഫിയറി ഗൾഫ് ഫ്ലഡിൻ്റെ ഉള്ളിലാണ്. സൈറ്റനെ കമ്പയർ ചെയ്തിട്ടുള്ളത് ടൈറ്റൻ ആണെന്ന് വെച്ച് നമ്മൾ പറഞ്ഞു. മോൺസ്ട്രസ് സൈസ് ഉള്ള ടൈറ്റൻ. ഓക്കെ, ആൾ ഭയങ്കര ബൾക്കി ആയിട്ടുള്ള സൈസാണ് സൈറ്റനുള്ളത്. ഓക്കെ, ആളുടെ എക്സ്റ്റെൻഡഡ് ലോങ് ആൻഡ് ലാർജ് ലേ ഫ്ലോട്ടിംഗ് മെനി a rude in bulk as huge as whom the fable names of monstrous size Titan or earthborn that world on Joe. ഈ ടൈറ്റൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഫോർട്ട്, ടൈറ്റൻസ് സ്വന്തം അച്ഛൻ്റെ അടുത്ത് വോർ ചെയ്ത ആൾക്കാരാണ്. പിന്നെ ആളെ കമ്പയർ ചെയ്തിട്ടുള്ളത് BRIARUOS ബ്രയാറിയോസ് ടൈഫോണൊക്കെ ആയിട്ടാണ്. ഈ ടൈഫോൺ എന്ന് പറയുന്ന ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ക്യാരക്ടറാണ്. എർത്തിൻ്റെ യങ്ങസ്റ്റ് സണ്ണാണ്. ആൻഡ് ആൾക്ക് ഒരുപാട് 100 ഡ്രാഗൺ ഹെഡ്സ് ഉള്ള ഒരു മോൺസ്റ്ററായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, ആൾ ഈസ് യൂസ് അണ്ടർ വേൾഡിൽ മൗണ്ട് എഡ്നയുടെ ഉള്ളിൽ ഒരു വോൾക്കാനിക് റീജിയൻ ആണ്. അവിടെ എന്താ പറയുക പ്രിസണിൽ കൺഫൈൻഡ് ആക്കി വെച്ചിട്ടുള്ള എന്നാണ് പറയുന്നത്. ആൻഡ് ആൾ കാരണമാണ് ആളുടെ ഈ സ്ക്രീംസ് അല്ലെങ്കിൽ ആളവിടെ നടത്തുന്ന ബഹളങ്ങൾ കാരണമാണ് ഈ വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ ഒരു ബിലീഫ്. ഓക്കെ, അതേ ആ ഒരു ടൈഫോണിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യണത്. ആൻഡ് ദെൻ ഒരു സീ ബീസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഒരു ലെവിയാത്തൻ. ആൻഡ് ഈ ലെവിയാത്തൻ എന്ന് പറയുന്ന ഈ ഒരു നോർത്തേറിയൻ പാർട്ട് ഓഫ് ദി ഓഷ്യനിലൊക്കെ നോർവേറിയൻ പാർട്ടിലൊക്കെ സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബോട്ട് വഴി വന്നിട്ട് ഈ നൈറ്റിൽ ഈ
ലെവിയാത്തൻ്റെ മേളിൽ, ലെവിയാത്തൻ ഹ്യൂജ് ആണ്. അപ്പോൾ ആ ബോട്ടിൽ വരുന്ന ആൾക്ക് ഈ ലെവിയാത്തനെ കണ്ടപ്പോൾ ഒരു ഐലൻഡ് പോലെ തോന്നി. ഒരു ഐലൻഡാണെന്ന് പറഞ്ഞാൽ അവിടെ ആങ്കർ ചെയ്ത് അവിടെ അതിൽ സേഫ് ആയിരിക്കും, സ്റ്റോമിലൊന്നും വരാതെ ആൾ സേഫ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ആൾ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ ലെവിയാത്തൻ ഇസ് നോട്ട് അറ്റാക്കിംഗ് ദ പേഴ്സൺ. ലെവിയാത്തനെ വെച്ച് കമ്പയർ ചെയ്ത് ആ ഒരു ഐലൻഡ് ആയിട്ട് ആൾക്ക് തോന്നാം. മീൻസ് ലെവിയാത്തൻ ഹി ഡിസീവ്ഡ് ദ പേഴ്സൺ അല്ലേ, സെയിലറിനെ ഡിസീവ് ചെയ്തു. ആസ് ഹി ഫെൽ സേഫ് ഇൻ ദി ലൈക്ക് ആ ഒരു പ്ലേസിലോട്ട് അവിടെ ആങ്കർ ചെയ്യാം, അവിടെ സേഫ് ആയിരിക്കുമെന്ന് തോന്നി. അപ്പോൾ ആ ഒരു ഡിസീവിങ് ക്യാരക്ടർ അത് കാണിക്കാനാണ് സെയ്റ്റനെ ഇവിടെ ലെവിയാത്തനായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്. അതേപോലെ ലെവിയാത്തനെ പോലെ അങ്ങനെ ഫാർ ഫ്രെച്ച്ഡ് ആയിട്ട് അവിടെ നമ്മുടെ ആർക്ക് ഫെയിൻഡ് ആയിട്ടുള്ള സെയ്റ്റൻ അവിടെ കിടക്കുമായിരുന്നു. ബേണിംഗ് ലൈറ്റിൽ ചെയിൻഡ് ആയിട്ട് അവർ കിടക്കുമായിരുന്നു. Satan was able to rise only because of the permission of the ruling heaven. ദൈവം പെർമിറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ആൾക്ക് എണീക്കാൻ പറ്റിയത്. പക്ഷെ ആളതൊന്നും മനസ്സിലാക്കി. God know that Satan will do more evil to others, and അതുകൊണ്ട് ദൈവത്തിന് he will be able to show justice. ദൈവത്തിന് അപ്പോൾ ഗുഡ്നെസ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഗുഡ്നെസ് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, God is giving the mankind an opportunity to choose between God and Satan, or good and evil. ഇതിൻ്റെ മാലസ് ഇനിയും കൂടുകയുള്ളൂ. എവറി ടൈം ഡിഫീറ്റ് വരുമ്പോൾ അത് കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ മാൻകൈൻഡ് എന്താ പറയുക, സേറ്റനെ ഡിഫീറ്റ് ചെയ്യണം, ഗോഡിനെ ചൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് സേറ്റന് എന്താ പറയുക, ദൈവം ഹി ലെറ്റ് സേറ്റൻ ടു awake, അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കാൻ ദൈവം അനുവദിക്കാനുള്ള കാരണം ഇസ് for men to choose between good and evil. Satan may pour 3 times confusion or wrath or vengeance against God. ഗോഡിൻ്റെ ഗ്രേസ് മെന്നിൽ ഉണ്ടാവും എന്ന് പറയണം. Then Satan അവിടെ നിന്ന് ആ പൂളിൽ നിന്ന് നീക്കിയാണ്. His mighty stature on each hand, the flames driven backward slope their pointing spires and rolled. Okay, ഇതിലുണ്ടായിരുന്ന അഡമൻറ്റൻ ചൈൻ ഇറ്റ് ബ്രേക്സ് ഓഫ്. ഇത്ര നേരം ഗോഡ് അവരെ പ്രൊട്ടക്ട് ചെയ്തു, അവർ അതിൽ മുങ്ങിപ്പോവാതെ, ആ ഫിയറി ഗൾഫിൽ മുങ്ങിപ്പോവാതെ ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് നൗ അവർ നീച്ചു. സോ ആ ഒരു അഡമൻറ്റൻ ചൈൻ ഇറ്റ് ഇസ് ബ്രോക്കൻ. ദ ഫയർ ഇറ്റ് ഇസ് ബ്ലോയിങ് അപ്പ് വെരി ഹൈ. ഒരു ടവർ പോലെ അങ്ങനെ ആളിക്കത്താണ് അവിടുത്തെ ഫയർ. ആസ് സെയ്റ്റൻ റോസ്, സെയ്റ്റൻ നീച്ചപ്പോൾ ആ ഒരു മൂവ്മെന്റ് വന്നില്ലേ അവിടെ, ഹൊറിഡ് വാലി പോലെ, ഒരു ഹൊറിഡ് വെയിൽ പോലെ അവിടെ ആ ഒരു പൂളിൻ്റെ മിഡിൽ, ആ ഒരു ഫയറിൻ്റെ മിഡിൽ സെയ്റ്റൻ ഇങ്ങനെ നിൽക്കുകയാണ്. And then he rises, he flies up. ആള് പറന്ന് പോവാണ്. ആൻഡ് ഈവൻ ആ ഒരു എയറിന് ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു. എയർ ഫെൽറ്റ് ഹെവി ഇൻ ദ സൈസ് ഓഫ് സെയ്റ്റൻ. സെയ്റ്റൻ്റെ സൈസ് പറക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആ ഒരു ന്യൂ റെസിഡൻറ്റ് അല്ലെങ്കിൽ ആ ട്രെസ്പാസറിൻ്റെ വെയിറ്റ് ആ എയറിന് താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ലേക്ക് ലിക്വിഡ് ഫയർ ആണ്, അവിടുത്തെ ലാൻഡ് സോളിഡ് ഫയർ ആണ്. ദ ലാൻഡ് ഇൻ ഹെൽ വാസ് ഓൾസോ ബേണിംഗ്. ദെൻ അവിടെ പെരിലസ് എയ്റ്റ്ന എന്നൊക്കെ പറയുന്ന ആ ഒരു ആക്റ്റീവ് വോൾക്കാനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ എയ്റ്റ്ന എന്ന് പറയുന്നിടത്താണ് ടൈഫോണിനെ ഇംപ്രിസൺ ചെയ്തിട്ടുള്ള ആ ഒരു വോൾക്കാനിൻ്റെ പേരാണ് എയ്റ്റ്ന. ഈ വോൾക്കാനുള്ളിലൊക്കെ ഒരുപാട് മിനറൽസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ അത് ഒരുപാട് ഡിസ്ട്രക്ഷൻസ് കൊണ്ടുവരുന്ന ഒരു സംഭവമായിട്ടാണ് പറയണത്. ആൻഡ് ഈ സെയ്റ്റൻ അങ്ങനെ നിൽക്കുന്ന ഈ ലാൻഡ്, ഈ ബേൺ ചെയ്യുന്ന ലാൻഡ്, അങ്ങനെ സെയ്റ്റൻ്റെ ആ ഒരു കാല് തട്ടുന്ന ആ ലാൻഡ് ഇറ്റ് ഇസ് സ്റ്റെയിൻഡ് എന്നാണ് പറയുന്നത്. അൺബ്ലെസ്ഡ് ആയിട്ടുള്ള ഫീറ്റ് ടച്ച് ചെയ്ത ഒരു പ്ലേസായി മാറുകയാണത്. ആളുടെ ബെസ്റ്റ് മേറ്റ് ഓൾസോ ആളുടെ പോലെ എണീച്ചു. ഇതിൻ്റെ ആ ഒരു മൗണ്ടൈനിയസ് വെയിറ്റ് ബിൽസെബൂബിന് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആള് പറന്ന് ആളുടെ മാസ്റ്ററിൻ്റെ അടുത്ത് വന്ന് നിന്നു. അവരെ തന്നെ ഗ്ലോറിഫൈ ചെയ്യണം. ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് ദേ ഹാഡ് ബീൻ ഏബിൾ ടു അവേക്ക് ബൈ ദംസെൽഫ്. അവർ തന്നെയാണ് എണീച്ചത്, അവർ തന്നെ എണീച്ചതാണ്, അവർക്ക് പവർ അവർ റീഗെയിൻ ചെയ്തെടുത്തു എന്നൊക്കെയാണ്. പക്ഷേ ദേ റീഗെയിൻ ദ പവർ നോട്ട് ബിക്കോസ് ഓഫ് ദംസെൽഫ്. ശരിക്കും ഗോഡിൻ്റെ ഹെൽപ്പ് കൊണ്ടായിരുന്നു. പക്ഷേ ദേ ബിലീവ് ദാറ്റ് ദേ റോസ് അഗൈൻ ആൻഡ് ദേ ഹാഡ് ദ പവർ ബിക്കോസ് ഓഫ് ദംസെൽഫ് ആൻഡ് നോട്ട് ബൈ എനി സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. വേറൊരു പവറും കൊണ്ടല്ല, അവരും പവർഫുൾ ആയതുകൊണ്ടാണ് അവർ നീച്ചതെന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. ഫിയറി ലേക്ക് നിന്ന് അവർ നീക്കാൻ കാരണം ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദെയർ സ്ട്രെങ്ത് ആൻഡ് നോട്ട് ബിക്കോസ് ഓഫ് ഗോഡ്. Satan ഇവിടെ ഈ പ്ലേസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. This the region, this the soil, the clime, said that the lost archangel, this the seat that we must change for heaven, this mournful gloom for the celestial light. Be it so, since he who is now sovereign can dispose and bid what shall be right. Farthest from him his best, from whom hath equalled force had made supreme above his equal. Farewell happy fields where joy forever dwells. Hail horrors, hail infernal world, and thou profanest hell, receive thy new possessor, one who brings a mind not to change by place or time. The mind is its own place, and in itself can make a heaven of hell, a hell of heaven. What matter were if I be still the same, and what I should be all but less than he whom thunder hath made greater. Here at least we shall be free. The Almighty had not built here for his envy, will not drive us hence. Here we may reign secure, and my choice to reign is worth ambition though in hell. Better to reign in hell than to serve in heaven.
ഇവിടെ സീറ്റൻ ചോദിക്കുകയാണ്, നമ്മൾ ഇവിടെയാണോ താമസിക്കാൻ പോകുന്നത്? നമ്മൾ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവന് പകരം നമ്മളുടെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള പ്ലേസ്, ഹെവന് കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണോ ഇത്? കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പ്ലേസ് ആണോ ഇത്? ഈ ഒരു മോൺഫുൾ ഗ്രൂം ആയിട്ടുള്ള ഈ പ്ലേസ്, ആ ഒരു സെലസ്റ്റിയൽ ലൈറ്റിന് പകരമായിട്ട് ഇതാണോ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇത് മതി, കാരണം ഗോഡാണല്ലോ സോവറിൻ പവർ ആൻഡ് ആണല്ലോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്ന് തീരുമാനിക്കുന്നത്. ആളുടെ അടുത്ത് നിന്ന് ദൂരെ പോകുന്നതാണ് ബെസ്റ്റ്. എവേ ഫ്രം ഹിം ഹിസ് ദ ബെസ്റ്റ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്ലേസ്, ഒരു മോൺഫുൾ ഗ്ലൂമുള്ള ഒരു സെലസ്റ്റിയൽ ലൈറ്റിന് പകരമായിട്ടുള്ള പ്ലേസ് ആണോ ഇതെന്നൊക്കെ ചോദിച്ചിട്ട് ഈ ഗ്ലൂമി അല്ലെങ്കിൽ ഡാർക്ക് ഹോപ്പിന് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഈ പ്ലേസിൽ നിൽക്കുന്നതാണ് ബെറ്റർ. ആ ഒരു ടൈറൻ്റ് ആയിട്ടുള്ള ഗോഡിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അവിടെ ആരും ചാലഞ്ച് ചെയ്യാനില്ലാത്ത ഒരു ടൈറൻ്റ് ആയിട്ട് നിൽക്കണം. അങ്ങനത്തെ ഒരു ഗോഡിൻ്റെ അടുത്ത് നിൽക്കുന്നേക്കാളും ബെറ്റർ ഇറ്റ് ഈസ് ടു ബി ഫാർ അവേ ഫ്രം ഹിം. ഹീ സേസ് ഗുഡ് ബൈ ടു ഹെവൻ. ഹെവൻ അവർക്ക് ഫോർ എവർ ആയിട്ട് ലോസ്റ്റ് ആയെന്ന് അവർക്ക് മനസ്സിലായി. ആൻഡ് ഹീ സേ ഹെയിൽ ടു ദ ഇൻഫേർണൽ വേൾഡ്. പ്രൊഫൗണ്ട് ഹെല്ലിനോട് ഹെയിൽ പറയാണ്. റിസീവ് യുവർ ന്യൂ പൊസസർ എന്ന് പറയാണ് ഹെല്ലിനോട്. പറയുന്ന ലൈൻസ് ആണ്. ആളുടെ മൈൻഡ് എന്താ പറയുക, ഹിസ് മൈൻഡ് റിമെയിൻസ് അൺചേഞ്ച്ഡ് എന്ന് പറയുന്നത്. മൈൻഡ് ഇസ് ഇറ്റ്സ് ഓൺ പ്ലേസ് ആൻഡ് ഇൻ ഇറ്റ് സെൽഫ് ക്യാൻ മേക്ക് എ ഹെവൻ ഓഫ് ഹെൽ, എ ഹെൽ ഓഫ് ഹെവൻ. ആ ഒരു ഹെല്ലിനോട് ഇങ്ങനെ നിന്റെ ഓണർ, ആൾക്ക് എന്തെങ്കിലും റൂൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഹെവൻ ആൾക്ക് റൂൾ ചെയ്യാൻ പറ്റിയില്ല. സോ ഹീസ് റെഡി ടു റൂൾ ഹെൽ. അപ്പോൾ നമ്മളുടെ സ്വന്തം മൈൻഡ് ആണ് ദാറ്റ് മേക്സ് ഹെവൻ ഓഫ് ഹെൽ. ഒരു ഹെല്ലിൽ നമ്മളുടെ മൈൻഡാണ് ഒരു ഹെവനെ ക്രിയേറ്റ് ചെയ്യണത് ഈ ഹെല്ലിൽ. ഓക്കെ, ആൻഡ് ഒരു ഹെവനിലെ ഹെല്ലിനെയും. സോ മൈൻഡ് ഇസ് ഇൻ ഇറ്റ്സ് ഓൺ പ്ലേസ് ഇസ് ക്രിയേറ്റിംഗ് എ ഹെവൻ ഓഫ് ഹെൽ, എ ഹെൽ ഓഫ് ഹെവൻ. ഗോഡ് ജയിക്കാൻ കാരണം ആ തണ്ടറാണ്. നമ്മളെ ഇങ്ങനെ ഒരു ലെസറായിട്ട് കാണാൻ കാരണം ആ തണ്ടറാണ്. ഞാൻ വാട്ട് ഷുഡ് ഐ ബി ബട്ട് ഓൾ ബട്ട് ലെസ് ദാൻ ഹീ ഹൂം തണ്ടർ ഹാഡ് മെയ്ഡ് ഗ്രേറ്റർ. തണ്ടറാണ് ഗോഡിനെ ഗ്രേറ്റർ ആക്കിയത്. Doesn't matter whichever place I am. Saying he's at least free. ആരുടെയും അണ്ടറിലല്ലോ ആൾ നിൽക്കുന്നത്. Almighty had not created a hell. അപ്പോൾ അതുകൊണ്ട് ഹെല്ലിൽ നിന്ന് അവരെന്തായാലും ഓൾമൈറ്റി ബാനിഷ് ചെയ്യില്ല എന്നൊക്കെയാണ് സൈറ്റൻ പറയുന്നത്. ഹീ ഈസ് ക്വസ്റ്റനിങ് ദ ക്രിയേറ്റിവിറ്റി ഓഫ് ഗോഡ്. ഹിയർ അവർക്ക് ഇവിടെ സെക്യൂർ ആയിട്ട് സേഫ് ആയിട്ട് റൂൾ ചെയ്യാം എന്നാണ് പറയുന്നത്, റെയിൻ ചെയ്യാം എന്നാണ് പറയുന്നത്. ആൻഡ് സേസ് ഇറ്റ് ഈസ് ബെറ്റർ ടു റെയിൻ ഇൻ ഹെൽ ദാൻ ഇൻ ടു സെർവ് ഇൻ ഹെവൻ. ഹെവനിൽ ഗോഡിനെ സെർവ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഇവിടെ ഹെല്ല് റെയിൻ ചെയ്യണമെന്നാണ് നല്ലത്. ടു റെയിൻ ഇസ് വർത്ത് അംബീഷ്യസ് ദോ ഇൻ ഹെൽ. ടു റൂൾ ഇസ് അംബീഷ്യസ് ഈവൻ ഇൻ ഹെൽ. ഹെല്ലിൽ റൂൾ ചെയ്യണതും കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. റെയിൻ ഇസ് വർത്തി ഈവൻ ഇൻ ഹെൽ ബിക്കോസ് ഇറ്റ് ഇസ് ബെറ്റർ ടു റൂൾ ഇൻ ഹെൽ ദാൻ ഇൻ ടു സെർവ് ഇൻ ഹെവൻ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കാം. ബട്ട് wherefore let we then our faithful friends they associate the core partners of our laws lie thus astonished on this oblivious pool and call them not to share with us their part in this unhappy mansion, or once more with rallied armies to try what may be yet regained in heaven, or what more lost in hell. So Satan spake, and him Beelzebub thus answered, leader of those armies bright, which but the omnipotent none could have foiled. If once they hear that voice, their loveliest pledge of hope in fear and danger, heard so oft in worst extremes on the perilous edge of battle, when it raised in all assault, their surest signal they will soon pursue. Now he wants to bring everybody out of this lake. അവരെ എല്ലാവരെയും പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് he want to try again and maybe they will lose something. അവർക്ക് ഇനിയിപ്പോൾ നഷ്ടപ്പെടാമായിരിക്കാം, ഈ ഹെല്ലും അവർക്ക് നഷ്ടപ്പെടായിരിക്കാം. വാട്ട് ഈസ് മോർ ഫോർ ദം ടു ലൂസ് ഇൻ ഹെൽ? ഇവിടെ എന്താ അവർക്ക് നഷ്ടപ്പെടാനുള്ളത്? സോ he's ready to wage another war. So Beelzebub is answering him, you are the leader of the army who couldn't be defeated except the omnipotent. Omnipotent അതും ഒരു തണ്ടർ കൊണ്ടാണ്, അല്ലെങ്കിൽ ആർക്കും ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത ലീഡറാണ്. If once they hear your voice, the rebel angels, അവർ ആ വോയിസ് കേട്ടിട്ടുണ്ടെങ്കിൽ they will awake, they will arise. And വോയിസ് ആണ് അവരെ ബാറ്റിൽ ഫീൽഡിൽ ഗൈഡ് ചെയ്തത്. ഇപ്പോൾ അവിടെ പവർലെസ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. ദേ ആർ നോ പവർലെസ്. യുവർ വോയിസ് ക്യാൻ റിവൈവ് ദം എന്നാണ് പറയുന്നത്. സോ സേറ്റൻ ഇസ് ഗോയിങ് ടു ദി ഏഞ്ചൽസ് ടു വേക്ക് ദം അപ്പ്. സോ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ബുക്ക് 1 കുറച്ച് ലൈൻസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇത് അനോട്ടേഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ ആക്ച്വലി ഒരു എസ്സേ എഴുതുമ്പോൾ നമ്മൾ ബുക്ക് 1 മുഴുവനും നോക്കണം എന്നാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞങ്ങൾക്ക് എടുത്ത് തരുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു രീതിക്കൊരു ബേസ് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻസ് മിൽട്ടൻ്റെ സ്റ്റൈലിനെ കുറിച്ച് ചോദിക്കാം. ദെൻ സേറ്റൻ ആസ് എ ഹീറോ എന്നുള്ളൊരു സംഭവം ചോദിക്കാം. അല്ലെങ്കിൽ ലൈക്ക് ഹീറോ ആണോ ആൻറ്റി ഹീറോ, ആ ഒരു സംഭവത്തിൽ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റ് ആസ് എൻ എപ്പിക്, അതിനകത്ത് എങ്ങനെയാണ് എപ്പിക് ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എപ്പിക് പോയട്രി എന്താണെന്ന് പറഞ്ഞ്, പിന്നെ പാരഡൈസ് ലോസ്റ്റിൽ എങ്ങനെ ആ എപ്പിക് ഗ്രാൻഡ് സ്റ്റൈൽ ഓഫ് പാരഡൈസ് ലോസ്റ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് സ്റ്റൈൽ ഓഫ് മിൽട്ടൺ എന്നർത്ഥം പറഞ്ഞല്ലോ സ്റ്റൈലിന്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കാം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. പിന്നെ ഒരു ചെറിയ നോട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇടാം. വേറെ പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തതിലൊന്നും എൻ്റെ കയ്യിലില്ല. ഇതിപ്പോൾ എൻ്റെ വാട്സപ്പിൽ
കളയാതിരിക്കുന്നത് കൊണ്ട് കിട്ടിയതാണ്. ആൻഡ് പിന്നെ നോട്ട്സ് സെയ്റ്റൻ ആസ് എ ഹീറോ എന്ന് പറയുന്നത് ഞാൻ എന്തായാലും നോക്കി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിക്കുമ്പോൾ കുറച്ച് ലൈൻസ് ഒക്കെ ഇപ്പോൾ അവേക്ക് ആ റേസ് ഓഫ് ഹോറബിൾ വി ഫോളൻ എന്ന് പറയുന്ന ലൈൻ ഒക്കെ സെയ്റ്റൻ പറയുന്നുണ്ട്. അത് ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഓഫ് മാൻസ് വാസ് ഡിസൊബീഡിയൻസ് ദ ഫ്രൂട്ട് ഓഫ് ദ ഫോർബിഡൻ ട്രീ, ആ ലൈൻ കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ആൻഡ് ഇറ്റ് വിൽ ബി വെരി വെരി ഗുഡ്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്ക് പറ്റാവുന്ന പോലെ അത് ക്ലിയർ ചെയ്ത് തരാം. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. Till then, bye from Lost in Literature. Stay safe everyone.